അളിയാ, അവനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടോ? എടാ, അണ്ണൻ വന്നിട്ടുണ്ടോ? ആരടാ? സൂപ്പർ സീനിയർ ആടാ. അവര് വന്നെങ്കി വിഷയം വലുതാടാ. ക്രിമിനലിനെ പോലെ കെട്ടിവെച്ചിരിക്കണം. അയച്ചുവിടാ. എന്തായിട്ടത്? എന്നെ എന്തിനാ കെട്ടിയിട്ടിരിക്കുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? നിനക്കറിയില്ല? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടാ. എനിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഹോസ്റ്റൽ ഭക്ഷണം പോലും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് കോളേജ് ഇഷ്ടപ്പെടുന്നില്ല ഏട്ടാ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ പോവാ. ഞാൻ അച്ഛന്റെ അമ്മയടുത്തും പറഞ്ഞിട്ടുണ്ട്. അവര് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പൊയ്ക്കോട്ടെ ഏട്ടാ. പോകാൻ പറ്റില്ല. പോവാൻ പറ്റില്ലെന്നോ? അത് പറയാൻ നിങ്ങളാരാ? ഞാനും നിന്നെ പോലെ തന്നെ ഈ കോളേജിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. 2016 75th ബാച്ച്. ചേട്ടാ നമസ്കാരം. എന്താ മോനെ, ഈ കോളേജ് എങ്ങനെയുണ്ട്? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? സൂപ്പർ കോളേജ്, ഗ്രേറ്റ് ഫാക്കൽറ്റി, 100% പ്ലേസ്മെന്റ്, വലിയ വലിയ ആൾക്കാരൊക്കെ പഠിച്ച കോളേജാ. അതെയോ? എന്താ സംശയം? ഞാനും ഇവിടെയാ പഠിച്ചത്. ഇങ്ങോട്ട് വേണം. സ്റ്റുഡൻസ് ആരാണെന്നാണോ നീ വിചാരിച്ച? ഇത് M1 പ്രൊഫസർ. എന്തെങ്കിലും തൂക്കിയെടുത്തോണ്ട് വരുന്നത്? ഇയാള് 10ാം ക്ലാസ് ഫെയിൽ ആയിട്ടുണ്ട്. 10 വർഷമായിട്ട് ഇവിടെ പഠിപ്പിച്ചോണ്ടിരിക്കുക. ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് കൈയോടെ പൊക്കി നടക്കണം. ഗണേഷ് കുമാർ. ഗം ഗം ഗണേശ, നിന്റെ റൂം എവിടെയാണെന്ന് അറിയാമോ? പ്രദീപേ 104 കൊടുത്തോളൂ. ഞാൻ 104. പ്രദീപേ 104 എന്ന് പറയുമ്പോൾ എന്തോ ഓർമ്മ വരുന്നല്ലോ. അതാണ് സാർ, ഒരു തവണ പാമ്പ് കയറിയില്ലേ, ഞാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇവിടെ എവിടെയെങ്കിലും കാണും. ഇനി എത്ര നാൾ നീ പഴകിയ ചിക്കൻ തരൂടാ? പറയടാ, നീ എത്ര നാൾ നമുക്ക് പഴകിയ ചിക്കൻ തരും? നമ്മളെന്താ ഫ്രീ ആയിട്ടാണോ കഴിക്കുന്നത്? ഒരു മിനിറ്റ്. എന്താ ഇവിടെ പ്രശ്നം? എന്ത് പ്രശ്നമെന്നോ? കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് കഴിച്ചിട്ട് 30 പേർക്കായിരുന്നു ലൂസ് മോഷൻ. ഇങ്ങനെ പോയ ഇവിടുത്തെ ബാത്റൂം മോർച്ചറിയാവും. ഇവനെ മാറ്റിയേ പറ്റൂ. ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രോബ്ലം ചിക്കൻ്റെതാണ്. സോ ചിക്കൻ അങ്ങ് മാറ്റിയേക്കാം. ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആയിരിക്കും. ഇതായിരുന്നടാ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇതൊക്കെ കണ്ടോണ്ട് ആരെങ്കിലും അവിടെ നിൽക്കുവോ? എന്നെ കൊണ്ട് പറ്റുന്നില്ലമ്മ, ഞാൻ തിരിച്ചു വരിക. ഒന്ന് സമാധാനിക്കടാ, കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും. എഞ്ചിനീയറിംഗ് മതിയാക്കി ഞാൻ ഡിഗ്രിക്ക് വല്ലതും പൊക്കോളാം. നീ ഡിഗ്രിക്ക് പഠിക്കാനാണോടാ നിനക്ക് എഞ്ചിനീയറിംഗിന്റെ സീറ്റ് വാങ്ങി തന്നെ? അമ്മ അച്ഛനോടൊന്ന് സംസാരിക്ക്. എടാ വച്ചു. അതെ, വരുന്നു. എന്താ? അവന് ഹോസ്റ്റൽ ഇഷ്ടമില്ലാത്തോണ്ട് ഇങ്ങോട്ട് വരുവാന്ന്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അവന് ചീത്തയായ ചിക്കനാ കൊടുക്കുന്നേന്ന്. അവനോട് പഠിക്കാൻ പോയതാണോ അതോ വേറെ എന്തെങ്കിലും പോയതാണോ? അയ്യോ, കൂട്ടുകാരൊന്നും ഇല്ലാതെ അവന് ഒറ്റയ്ക്കായിരിക്കുന്നേന്ന്. നമുക്ക് ഈ ഗ്രാമത്തിലുള്ളവരെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയാലോ? ഹോസ്റ്റലിൽ ഒരു 50 പേരുണ്ടാവും. അതിലേതെങ്കിലും ഒരുത്തനുമായിട്ട് ഇവന് കമ്പനി ആയിക്കൊള്ളും. അതോർത്ത് നീ വിഷമിക്കും. ആരെങ്കിലും ഉണ്ടാവും. ഞാനുണ്ടല്ലോ. ദാമോദർ. ശിവ, അമ്മ ഫോൺ അച്ഛനൊന്ന് കൊടുക്ക്. ഹോം സിക്ക് ആണ് ബ്രോ. എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. ബ്രോ ഇവിടെ പുതിയതായിട്ടാണോ? പ്ലീസ് ബ്രോ, 10 ദിവസം കഴിഞ്ഞ ശീലമായിക്കോളൂ. പ്ലേസ്മെന്റ് കിട്ടി കഴിയുമ്പോൾ എല്ലാം ശരിയാവും. വേണ്ട ബ്രോ, ലൈഫ് ഇസ് എ ജേർണി. എനിക്കത് വേണ്ട. ശേഷം ഞാൻ ഇതിന് അങ്ങനെ പറയുന്ന ബ്രോ. നിങ്ങൾ പോയി ഇവിടെ ഞാൻ എടുത്തോളാം. ബെഡോ? എന്താന്ന് വെച്ചാൽ ജനലിന്റെ അടുത്ത ബെഡ്, നൈസ് വെന്റിലേഷനും ഫാനിന്റെ കാറ്റും ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നല്ല ബെഡ് തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ബ്രാഞ്ചാ ബ്രോ നിങ്ങള്? ഈസി. ഈസി ആടാ. എടാ ഗോപിയുടെ നമ്പർ എടുക്ക്. അല്ലടാ, ഈ ഗോപി ആരാ ബ്രോ? എന്റെ ഫ്രണ്ടാ ബ്രോ. CBITയിലെ CSCക്ക് സീറ്റ് കിട്ടി. എങ്കിലും ഇവിടുന്ന് പോവില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. പാവം. എന്താ വിളിക്ക്. അതിന് മാത്രം എന്താ ഈ കോളേജിലുള്ളത്? ബ്രോ എന്താ ഉള്ളതെന്നോ? എന്തൊക്കെയാ പറയുന്ന ബ്രോ? എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും CSCക്ക് പെൺകുട്ടികളും ഉണ്ടാവും, അതിൽ സൗന്ദര്യമുള്ളവരും ഉണ്ടാവും. അറിയാം. പക്ഷേ
പക്ഷെ ഈ വർഷം നമ്മുടെ കോളേജിലും ECAക്ക് സുന്ദരികളായ പെമ്പിളാരുണ്ട് എന്റെ ബ്രോ. അയ്യോ, ഇറ്റ്സ് എ ഫേറ്റ്. ഇവ ആളൊരു കില്ലാടിയാണല്ലോ. ഒരു മിനിറ്റ്. ഞാൻ അവിടെ എന്ത് ചെയ്യാനാ? പിന്നെ അമ്മേ, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് കയറിയിട്ട് അമ്മയെ വിളിച്ചോളാം. അതിനിടയ്ക്ക് എന്നെ ശല്യപ്പെടുത്തരുത്. ബൈ. ലഡു അത് പിന്നെ ചെറുപ്പത്തിൽ ഞാൻ ഗുണ്ടുപോലായിരുന്നു. വലുതായപ്പോഴാണ് ഇങ്ങനെ മെലിഞ്ഞു പോയത്. പക്ഷെ അമ്മ എന്നെ എപ്പോഴും ലഡു എന്നാ വിളിക്കുന്നത്. ലഡു ബ്രോ, അമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. വേഗം പെമ്പിള്ളാരെ കുറിച്ച് ആലോചിക്കാൻ നോക്ക്. ദാമോദർ, ലഡു, പെമ്പിള്ളേരുണ്ടെന്ന് DD പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ടാ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തത്. എന്നിട്ട് പെമ്പിളരെല്ലാം കണ്ടോ? എക്സ്ക്യൂസ് മീ, കുട്ടി ജവഹർലാലുള്ളല്ലേ? അല്ല, അതിനെ എന്താ ബ്രോ ഇത്? ഷർട്ടിന്റെ ബട്ടൺ ഇടുന്നതിന് മുന്നേ പോകുന്നല്ലേ? നീ അല്ലടാ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞത്. ഞാനൊന്ന് മുട്ടി നോക്കിയിട്ട് അവള് മൈൻഡ് ചെയ്ത് പോലും ഇല്ല. എനിക്ക് വിട്ടേക്കളിയാ, ഞാൻ ഇംപ്രസ് ചെയ്യിക്കാം. ദേ അവിടെ പിങ്ക് ഡ്രസ് ഇട്ടൊരു പെൺകുട്ടിയെ കണ്ടോ? അതാ ഡെനിം ജാക്കറ്റ്. ആള് കൊള്ളാലോടാ. അതെ ബ്രോ, നിക്ക്. മറ്റേ കുട്ടി ആവറേജാ. പിങ്ക് ആൻഡ് വൈറ്റ് ഇട്ടിരിക്കുന്നില്ലേ? ആ കുട്ടി ഒന്ന് ട്രൈ ചെയ്യേ, ഉറപ്പായിട്ട് സെറ്റ് ആവും. ഓക്കെ, ചെല്ല്. അതാരാ ചേട്ടാ? മനോജ്, ആള് കൊള്ളാലോടാ. പൊട്ട് ചെറുതായി തൊട്ടിട്ട് കമ്മൽ വലുതാക്ക്, കണ്ണാടി മാറ്റി കോൺടാക്ട് ലെൻസ് ആക്ക്, ലിപ്സ്റ്റിക് ഒക്കെ കുറച്ച് നന്നായിട്ട് ചിരിച്ചാ ആൺപിള്ളേർ ഉറപ്പായിട്ടും പുറകെ വരും. ഐ സ്വെയർ. പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. എന്താ അത്? ഫസ്റ്റ് ഇവളുടെ ഫ്രണ്ട്ഷിപ്പ് നീ വേണ്ടാന്ന് വെക്കണം. അടുത്ത് ഇത്രയും സുന്ദരിയുള്ളപ്പോ നിന്നെ ആയിരുന്നു ഒക്കെ. ആള് കൊള്ളാലോ ബ്രോ. ഏത് ബ്രാഞ്ചാ? ഏത് ബ്രാഞ്ചായാലും നിന്റെ ബ്രാഞ്ചിലേക്ക് മാറാൻ ആഗ്രഹിക്കാം. ബി ഇൻ ടച്ച്. Sure. വന്നേ. പിന്നെ ആ ചെറിയ കമ്മലിന്റെ കാര്യം മറക്കണ്ട. പോടാ. വലിയ പുള്ളിയാണല്ലോ. ഇതൊക്കെ നീ എവിടെ നിന്നാടാ പഠിച്ചേ? 2 മിനിറ്റ് കൊണ്ട് കറക്കി എടുത്തല്ലോ. നീ ഏതാ ബ്രോ? അതോ മനോജ്. ഞങ്ങൾ രണ്ടുപേർക്കും കൂട്ടായിട്ട് വേറൊരുത്തം വന്നു. ഞങ്ങളുടെ ബാച്ചിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ അശോക്. സെറ്റിലെ ടോപ്പ് റാങ്കർ. ടോപ്പ് 10 കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടും ഈ കോളേജിൽ തന്നെ പഠിക്കുമെന്ന് വാശി പിടിച്ച് വന്നതാ. ആള് നല്ല പയ്യനാ. പക്ഷെ അങ്ങനെയുള്ളവനെ നശിപ്പിക്കാൻ എപ്പോഴും ഒരു പെണ്ണ് കാണുമല്ലോ. സർ, 18 അശോക് കുമാർ. 18 അശോക് കുമാർ. അച്ഛൻ മരിച്ചുപോയി സർ. അമ്മ അമ്മയും മരിച്ചുപോയി സർ. എനി ഗാർഡിയൻ? ഞാൻ ഒറ്റയ്ക്കാണ് സർ വന്നത്. കാർഡ് സൂക്ഷിച്ചോ. മാം, ജെനി ശർമ്മ, ഡോക്ടർ ഓഫ് റോബിൻ ശർമ്മ. ഓക്കെ. ആനന്ദ് സർ. മാം, ഫാസ്റ്റ്. താങ്ക് യു. എക്സ്ക്യൂസ് മീ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞോളൂ. ഇന്ന് മുതൽ ഈ കോളേജാണ് നമ്മുടെ വീട്. ഇവിടെ കിട്ടാൻ പോകുന്ന ഫ്രണ്ട്സ് ആണ് നമ്മുടെ ഫാമിലി. അല്ല, ഒരു മിനിറ്റ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? നിനക്ക് ആരും ഇല്ലെന്ന് ID കാർഡ് വാങ്ങാൻ നിന്നപ്പോ മനസ്സിലായി. ഒരു അനാഥന്റെ കഷ്ടപ്പാട് എനിക്കറിയാം. താൻ അനാഥയാണോ? അല്ല. അപ്പൊ പിന്നെ തനിക്ക് എങ്ങനെ അറിയാം? താൻ പോയി തന്റെ പണി നോക്ക്. വെൽക്കം ടു റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ 4 വർഷങ്ങൾ പഠിച്ച ജീവിതത്തിൽ മുന്നേറാന്നല്ലേ പറയുന്നത്. ഇനി അങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്കൊന്ന് കാണണം. ഹലോ. ഇതിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കണം. നോക്ക്. ഏയ്, നിങ്ങളോടൊരു കാര്യം ഇപ്പൊ പറയാം. ബാത്റൂമിൽ എന്റെ പടം വരച്ചു വെക്കുന്നത്, അതുമല്ല പോലീസിന് ഫോൺ ചെയ്ത് ഇവിടെ പ്രിൻസിപ്പാൾ ഡ്രഗ് ഡീലർ എന്നൊക്കെ പോലീസിന് ഫോൺ ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ പറയുന്നതും അതെ സാർ, എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ വെൽക്കം ടു ദി കോളേജ്. ഇപ്പോൾ സ്റ്റുഡന്റ് യൂണിയൻ ചെയർമാൻ ചൈതന്യ പ്രസാദിനെ നിങ്ങളോട് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. വെൽക്കം മിസ്റ്റർ ചൈതന്യ പ്രസാദ്. എന്തിനാ ബ്രോ ഇത്രയും വലിയ സ്വീകരണം? അയാൾ വലിയ പോപ്പുലറാ ബ്രോ. 4 വർഷം, 5 ബ്രാഞ്ച്, ഒരു ബ്രാഞ്ചിൽ 70 പേര്, മൊത്തം 1500 പേർക്ക് ഗ്യാങ് ലീഡർ. പിന്നെ ഇതൊക്കെ വേണ്ടേ? നീ വെസ്റ്റേൺ കോളേജാണോ ബ്രോ? എങ്ങനെ മനസ്സിലായി ബ്രോ? അത് നീ തെളിയിച്ചോണ്ടിരിക്കല്ലേ. വെൽക്കം ടു RIE ഫാമിലി. നമ്മളെല്ലാവരും ഇനി ഒരു ഫാമിലി പോലെയാണ്. ഈ കോളേജിൽ എല്ലാം ഉണ്ട്.
സ്പോർട്സ് ക്ലബ്, ഡ്രാമ ക്ലബ്, ഫിലിം ക്ലബ്, NCC, NSS. നമ്മുടെ കോളേജിൽ ഇല്ലാത്തത് റാഗിംഗ്. ഈ കോളേജിൽ റാഗിംഗ് നടക്കില്ല, നടക്കാൻ സമ്മതിക്കില്ല. വെൽക്കം ടു ഭഗത് സിംഗ് ബോയ്സ് ഹോസ്റ്റൽ. നന്നായിട്ട് നീന്തടാ. ഒരുപാട് സമയമുണ്ടാ, നീങ്ങി വാ. ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോവാ, നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള പെൺകുട്ടി ആരാണെന്ന്. ഇനി ആരെങ്കിലും മുറപ്പെണ്ണിന്റെ പേര് പറഞ്ഞാൽ അതോടെ അവൻ തീർന്നു. നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള പെൺകുട്ടി ആരാ? ജെനി. നാച്ചുറലി ജെനിയായിട്ടാ. രണ്ടാമത് സുജാത. സുജാതയും കാണാൻ സൂപ്പറാ. തേർഡ് അത് ശ്രാവണിയാ. ശ്രാവണി ആ ധാവണിയുടെ കുട്ടിയാ, നല്ലതാ. എടാ രണ്ടുപേരും ഒരേപോലെയാണല്ലോ പറയുന്നത്. 11th രാധ. എന്റെ നാട്ടിലുള്ളതാ, എനിക്കറിയാം. നീയൊക്കെ എന്റെ മുറപ്പെണ്ണിന്റെ പേര് പറയുന്നവരെ ഞാൻ ചോദിക്കും. ഓക്കെ. 14th 24th പയ്യന്മാരുടെ പേര് വേണമെങ്കിൽ പറയാം. 25th എടാ അവസാനമായിട്ട് നമ്മുടെ ഈസിലാണോ? അമൂൽ. അമൂല്യ ചേട്ടാ, അമൂല്യ നോക്കാൻ പോലും പാടില്ല, നിന്റെ തീർത്തുകളെ. അല്ല 25ാം സ്ഥാനത്തുള്ള പെണ്ണിനെ ഞാൻ എന്താ ചേട്ടാ നോക്കുന്നത്? അസംബിൾ ബോയ്സ്, ഇത് റാഗിംഗ് അല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ സ്പെഷ്യൽ പ്രോഗ്രാമിന്റെ ഹെഡ് ദ മൈറ്റി മാജസ്റ്റിക് സീനിയർ. 8 വർഷമായി ഈ കോളേജിന്റെ നെടുംതൂണായ ആന്റണി. നിങ്ങൾ കോഴ്സൊന്നും പറയേണ്ട ആവശ്യമില്ല. നീ ഏതുവരെ പഠിച്ചു? പോളിടെക്നിക് കോഴ്സാ. നീയോ? ഡിപ്ലോമ കോഴ്സായിട്ടാ. നീയോടാ? ഞാൻ ഇന്റർ കോഴ്സാ പഠിച്ചത്. ഇന്റർ കോഴ്സ്? അവര് പോളിടെക്നിക് കോഴ്സും ഡിപ്ലോമയാ പഠിച്ചത്, ഞാൻ ഇന്റർ കോഴ്സാ പഠിച്ചത്. ഈ ട്യൂബ്ലൈറ്റിന്റെ ലെങ്ത് എത്രന്ന് പറടാ. 260 സെന്റിമീറ്റർ ചേട്ടാ. ഇതിന്റെ ഹാഫ് എത്ര? 130 സെന്റിമീറ്റേഴ്സ്. അത് നീ പൃഷ്ഠത്തിൽ വെച്ചോ. ഫീൽ ആയോടാ? എനിക്ക് ഫീൽ ഒന്നും ആയില്ല ചേട്ടാ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് മുഴുവനും വെച്ചോ നീ. ബോയ്സ്, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഓണാക്കുന്നതിനുള്ളിൽ ആരാണോ സ്വന്തം അണ്ടർവെയർ എടുത്തിടുന്നത് അവന് ഹാപ്പി ആയിട്ട് റൂമിലേക്ക് പോവാം. ആര് എവിടെ ചെന്ന് കുടുങ്ങാൻ പോകുന്നു എന്തോ. റെഡി, ലൈറ്റ്സ് ഓഫ്. ഇത് വേറെ നമ്മുടെ ക്യാമ്പസിൽ റാഗിങ്ങോ? ഒരു ചാൻസും ഇല്ല സർ. സില്ല പരിഷത്ത് ഹൈസ്കൂൾ, മലയാളം മീഡിയം. ഐ ആം നത്തിങ് ബട്ട് ഓണസ്റ്റ് സാർ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സാറിന്റെ ബൈക്കിന്റെ ടയർ കുത്തി പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനാണെന്ന് പറയുകയും ചെയ്തു. ഞാൻ കള്ളം പറയില്ല സാർ, അതാ എന്റെ ക്യാരക്ടർ. കോളേജ് ബോയ്സ് ഹോസ്റ്റലിൽ റാഗിങ് നടക്കുന്നുണ്ട് സാർ. വേഗം പാടാം, പുറത്തേക്ക് ഇറങ്ങി പാടാം. എടുക്ക്, അതിങ്ങെടുക്ക്, എടുക്കാൻ. സിഗരറ്റ് മെസ്സിൽ പോലും ഭയങ്കര വലിയ സംസാരിച്ചോണ്ടിരിക്കലടാ. ഫുഡിൽ പോലും ആവശ്യം ഇട്ടു. ഡേയ്, നാണമില്ലടാ ഈ സിഗരറ്റും ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുന്നതും, അതും പ്രസിഡന്റ് ആയിരുന്നിട്ട്. എന്താടാ ടോണി, 8 വർഷമായിട്ട് നീ ഇവിടെ തന്നെയല്ലേ? പുറത്തു പോവാൻ ഉദ്ദേശമില്ലേ നിനക്ക്? ഈ കൊച്ചുകുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ്? ഇനി ഞാൻ ശരിക്കും നോക്കിക്കോളാം. സാർ അങ്ങനെയല്ല, സൂപ്പർ സീനിയർ. നമ്മളെല്ലാരും മാസ് ബാങ്കിങ് ചെയ്യാൻ പോവാ. വരുന്നുണ്ടോ? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾ പോയിക്കോളൂ. ഇയാള് രാവിലെ എന്നെ വേവിക്കാത്ത ചിക്കൻ കേട്ടിട്ടാ വന്നെ. നിനക്കിതൊക്കെ എങ്ങനെ അറിയാടാ? ഐ ലൈക്ക് ഗോസിപ്സ് ബ്രോ. Anybody know the simple answer? I don't know sir. തമാശ കാണിച്ചോണ്ടിരിക്കുകയാണല്ലേ. സൾഫ്യൂരിക് ആസിഡ് സർ. എക്സ്ക്യൂസ് മീ. അന്ന് ലൈബ്രറി വെച്ച് എന്തുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു ഇൻട്രോവേർട്ട് അല്ലേ? നിനക്ക് അറിയാവുന്ന ആൻസർ നോട്ടിൽ എഴുതുന്നതിനേക്കാളും അതങ്ങ് പറഞ്ഞൂടെ? ഫാമിലി മാറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലേ? ഇറ്റ്സ് ഓക്കെ. നീ അതിനോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് മനസ്സിലാവും. ഓക്കെ. ഇയാൾക്കെന്താ വട്ടുണ്ടോ? എപ്പോ നോക്കിയാലും എന്റെ പുറകെ ഉണ്ടല്ലോ.
എന്താ മോളെ ഇതിന്റെ പ്രശ്നം? ലാബ് പാർട്ട്ണർ ഒന്ന് ചേഞ്ച് ചെയ്യോ? ലാബ് പാർട്ട്ണർ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പോയി ജോലി നോക്ക്. പെമ്പിള്ളേരോട് സംസാരിക്കുമ്പോ എന്റെ പേഴ്സണൽ സോൾ എടുത്തിട്ടാ ശരിയാക്കാൻ നിന്നെ ഞാൻ. എന്താ സോറി പറഞ്ഞിട്ട് വീണ്ടും നീ അത് തന്നെയല്ല ചെയ്യുന്നത്. എന്ത് പറ്റിയാളിയാ? AC വർക്ക് ചെയ്യുന്നില്ല ബ്രോ. വെള്ളം ഫില്ല് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. എടാ മണ്ട് കുഞ്ചാളി, അത് AC ആടാ. ഞാൻ രാത്രി ഒഴിച്ചായിരുന്നു. രാത്രി ഒഴിച്ചെന്നാ? എടാ അത് AC യാ, കൂളറല്ല. വേട്ടാളിയന്മാര് എല്ലാരും പേടിച്ച് നിൽക്കുമ്പോ നീ എന്താടാ ഇങ്ങനെ നിൽക്കുന്നേ? എന്ത് ചെയ്യാനാ ചേട്ടാ, തിളച്ച എണ്ണ എടുത്ത് കാലിൽ ഒഴിക്കുമായിരിക്കും. ഞാനെന്തിനാണ് തിളച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നേ? ചിലപ്പോ എന്നെ നഖം മറിച്ചെടുക്കുമായിരിക്കും. നഖം മറിച്ച് പറിക്കുന്നോ? ചിലപ്പോ ഐസ് ക്യൂബിൽ കൊണ്ട് കിടത്തുമായിരിക്കും. അല്ലെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. എടാ ഞാൻ റാഗിംഗ് അല്ലേ ചെയ്യുന്നേ? അല്ല നീ എന്തിനാ ആസിഡിന്റെ കാര്യമൊക്കെ പറയുന്നേ? എക്സ്ക്യൂസ് മീ, കാണാനൊക്കെ കൊള്ളാം. എന്ത് ചെയ്യുന്നു? എന്റെ കുട്ടികളെ നോക്കുന്നു. എന്താ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? സോറി ഇറങ്ങിക്കൊള്ളു. ജസ്റ്റ് മിസ്. അയാൾ പിടിച്ച് തിന്നാനപ്പോ. പറ്റൂലേ? ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? സോറി ഗേൾസ്, സോറി. ജസ്റ്റ് മിസ് അറിയാ. അവളുടെ ആ ചിരി, അവളുടെ ആ കണ്ണ്, അവളെ കണ്ടെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കാനാ തോന്നിയത്. ഐ വാണ്ട് ടു ഹോൾഡ് ഹർ, ഐ വാണ്ട് ടു പുൾ ഹർ ആൻഡ് ഐ വാണ്ട് ടു സ്മെൽ ഹർ. അവളുടെ മണവും വരുന്നുണ്ടോ? നായാണോടാ നീ? ആ തല്ലട ഡിഡി. ഓരോ പെൺകുട്ടികൾക്കും ഓരോരോ സ്മെല്ലുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒന്ന് വാഴക്കെ സ്മെല്ലും അവന്റെ ഒരു മണ്ണാൻ കട്ടി രാവിലെ ഇറങ്ങിക്കോളും. നീ ഒരുമാതിരി ലഡുവിനെ പോലെ ആവല്ലേ? അല്ല ലഡു എവിടെ? ഭഗവാൻ ക്യാൻറ്റീൻ ഇത്ര അടുത്തായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇവളേതാ JC കോളേജിലാണോ? ഹലോ ലഡു, നീ ടോയ്ലറ്റിൽ പോയായിരുന്നോ? ബാത്റൂമിൽ പോയോ, കഴുകിയോ, കുളിച്ചോ, അണ്ടർവെയർ ഇട്ടോ? എന്തോന്നാച്ച ഇതൊക്കെ? എടാ മൂത്തോര് പറയുന്ന അനുസരിക്കും മോനെ. ഇതെന്തൊരു അളിയോ, നീ എന്താ വെളിച്ചെണ്ണ കാര്യമൊക്കെ പറഞ്ഞേ? നിനക്കറിയോ, ഇന്നേഴ്സ് ഇടുമ്പോ റാഷസ് വരല്ലേ? വെളിച്ചെണ്ണ തേക്കുമ്പോ അതങ്ങ് പൊയ്ക്കോളും. ക്രേസി മാൻ, യു ആർ ക്രേസി ബോയ്. ഡോഗ്സ് ആൻഡ് RI സ്റ്റുഡൻസ് ആർ നോട്ട് അലൗഡ്. ആ ബോർഡ് വായിക്കാതെ ക്യാൻറ്റീനിൽ കാലെടുത്ത് വെച്ചതും കോളേജ് സ്റ്റോറിയെ മാറിപ്പോയി. JC കോളേജിലെ പിള്ളേര് ലഡുവിനെ അടിക്കുന്നതാ അവിടെ. എവിടെയാണോ? എടാ ലഡുവിനെ അവൻ അടിക്കുന്നതാ. എടാ നമ്മുടെ ലഡുവാടാ. പയ്യന്മാരെന്നെ പട്ടിയെ പോലെ അടിച്ചു. എന്റെ അച്ഛൻ പോലും അങ്ങനെ അടിച്ചിട്ടില്ല. ആഡ്ജിൽ പെൻ തന്നെ ബ്രോ. അവര് തരും, നീ ചെല്ല് ചെല്ല്, എൻജോയ്. മനോജ് അച്ഛന്റെ വകയാണോടാ? നിന്റെ അപ്പന്റെ വകയാണോടാ? സ്റ്റുഡൻസ് ആണോ റൗഡികളാണോ? ഇവന്മാരെ ഞങ്ങളെ തല്ലുന്നത്. അടിക്കൂടാ, അടിക്കും. എന്താടാ ചൈതന്യ? ആ ലഡുവിനെ നോക്ക്, രക്തം വരുന്നവരെ അവനെ അടിച്ചു. ലഡു ഇങ്ങ് വാ. ശ്രീകാന്ത്, എന്താ ഇതൊക്കെ? ഭഗവാൻ ഭായ്, ഇവര് ചെയ്തത് തെറ്റ് തന്നെ. വരാൻ പാടില്ലായിരുന്നു, വന്നുപോയി. ഇനി മേലാൽ വരില്ല. സോറി, ക്ഷമിക്കും. പോടാ. അണ്ണാ, ആദ്യമായിട്ട് വരുന്നോണ്ട് അടിച്ചൊതുക്കി വിടുന്നേ. ഇനി ഒരു തവണ കൂടെ വന്നാ കാല് ഞാൻ വെട്ടും. എന്താ സംസാരിച്ചില്ലേ? എപ്പോഴും ക്യാൻറ്റീൻ നിങ്ങളുടെ ഇരിക്കില്ല, എന്നും നിങ്ങളുടെ ഉണ്ടാവില്ല. വാടാ. ദുൽഖർ സൽമാന്റെ മൂക്ക് പോലെ ഇരുന്ന് എന്റെ മൂക്ക. ഇത് ഞാൻ എന്റെ മുത്തശ്ശി എങ്ങനെ കാണിക്കും? സൂചി വെച്ച് എന്റെ പൃഷ്ഠം കുത്തി കൊളവാക്കി. വിട്ടേക്കാം. അവന്മാർ വന്ന് ഞങ്ങളെ അടിക്കും, നിങ്ങൾ പോയി സോറി ചോദിക്കും. അത്രയല്ലേ ഉള്ളൂ. വിട്ടേക്കാം. നമ്മൾ ആ ക്യാൻറ്റീനിലേക്ക് പോകാൻ പാടില്ലടാ. വലിയ ബോർഡിൽ എഴുതി വെച്ചിരിക്കല്ലേ, അത് വായിക്കാനൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ എന്തിനാ? 10 വർഷത്തിന് മുമ്പ് ഭഗവാൻ 2 കോളേജിനും ഇടയിൽ ഒരു ക്യാൻറ്റീൻ തുടങ്ങി. അപ്പോൾ ഞാൻ RI പ്രസിഡന്റ്. JCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു ദിവസം
കഴിക്കാൻ എന്താ വേണ്ടേ? ഒരു egg puffs. എഗ് പപ്സ് ഒന്നേ ഉള്ളൂ. അയ്യോ ഒരു എഗ് പപ്സിന് വേണ്ടിയാണ് വഴക്കൊക്കെ. ചീപ്പ്, വെരി ചീപ്പ്. എന്തോന്ന് ചീപ്പ്? വലിയ വലിയ പോരാട്ടങ്ങളൊക്കെ ബിരിയാണിക്ക് വേണ്ടി എല്ലിക്കറിക്ക് വേണ്ടിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. നീ പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ലേ? 5 റുപ്പി ഫാക്ഷൻ ഡയറക്ടർ അതിനെപ്പറ്റി ഇതാ ഇത്രയും വലിയ ഇന്റർവ്യൂ സോഷ്യൽ മീഡിയ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാ ഭഗവാൻ എന്ത് പറഞ്ഞു എന്നറിയാവോ? നിങ്ങളൊക്കെ എത്ര ചീപ്പാണ്. അവരെയാണ്, നമ്മളെയല്ല. നിങ്ങളുടെ ഇണക്കവും പിണക്കവും ഒക്കെ പുറത്ത്. വിജയികൾക്ക് മാത്രമേ ഈ വർഷം ക്യാൻറ്റീനകത്ത് കയറാനുള്ള അനുവാദം ഉണ്ടായിരിക്കാം. ഹാപ്പി ഡേയ്സിൽ കളിച്ചല്ലോ കബഡി. ഒരിക്കൽ കളിച്ചതല്ലേ വലിയ ബുദ്ധിമാൻ. ശരി, ഗോൾഫ്. അത് ഒരാള് കളിക്കുന്നതാടാ. കൊച്ചുള്ളവരെ പോലെ അടികൂടണ്ട, പക്വതായിട്ട് ആലോചിക്കാം. നറുക്കിട്ടെ നോക്കാം. അല്ല, ഈ നറുക്കിൽ എന്താ എഴുതിയിരുന്നേ? ബാസ്കറ്റ്ബോൾ. എല്ലാ വർഷവും ഫ്രഷേഴ്സിന് ഒരു മാച്ച് ഉണ്ടാവും. അത് ജയിക്കുന്നവർക്കാ ഭഗവാന്റെ ക്യാൻറ്റീൻ എൻട്രി. അപ്പൊ കഴിഞ്ഞ വർഷം തോറ്റുപോയോ? ജയിക്കേണ്ടതായിരുന്നു. ഡേയ് ചുമരടാ, അവര് പണക്കാര് പിള്ളേരടാ. സ്പോൺസർ ചെയ്ത് കളിക്കാരെ ഇറക്കുവര്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും ജയിക്കാത്തത്. ഇതുവരെ അങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷെ ഇനി അത് മാറും. കളിയോ? ചരിത്രം മാറ്റി എഴുതേണ്ട സമയമായി മോനെ. നോക്ക് ചേട്ടാ, ഇത് ഡീഡിയാ പറയുന്നേ. ഞങ്ങൾ മാച്ച് കളിക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും, അവരവിടുന്ന് ഓടിക്കുകയും ചെയ്യും. ഇവൻ നല്ല പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും ജയിക്കായിരിക്കും അല്ലേ? ഇത്ര കോൺഫിഡന്റ് ആയിട്ട് അവന്മാരെ തോപ്പിക്കുമെന്ന് നീ പറഞ്ഞല്ലോടാ. ഇങ്ങനെ പോയ അവന്മാരെ ഇങ്ങനെ തോപ്പിക്കോടാ നീ. ജയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി മാത്രം മതി ബ്രോ. കളിക്കാൻ കൊണ്ട് അറിയണം. 10 വർഷമായിടാ, 10 വർഷമായിട്ട് തോറ്റോണ്ടിരിക്കുക. എന്താ നീ ചെയ്യാൻ പോകുന്നേ? എന്താ നിന്റെ പ്ലാൻ? മോട്ടിവേറ്റ് ചെയ്യണം. Hey, get up! Come on, come on, come on! Get up, get up, get up! Come on, എഴുന്നേക്കണം, എഴുന്നേറ്റ് വാടോ. Come on, ചെല്ലും. Boys, so much in mind, they're ready to run, but it's all really tight, they're ready to fight. We got really nice time, we got really nice time, go! Come on, come on! വേഗം വേഗം. അയ്യോ, നിന്റെ മുത്തശ്ശി ഇതിലും വേഗത്തിൽ ചെയ്യുവല്ലോടാ. നീ എന്താ നിന്ന് ചെയ്യുവാ, നീ കാണുന്നില്ലേ? ഓക്കെ 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 ചെയ്യ്. അയ്യോ, തളർന്ന് വീഴുന്നിടത്തുന്നാടാ രണ്ടാമത് ആരംഭിക്കേണ്ടത്. എഴുന്നേറ്റ് വാട ഇങ്ങോട്ടും. കമോൺ, വെള്ളം കുടിക്കട്ടെ. പട്ടിയെ പോലെയാണ് നിന്നെ തല്ലിയത്. ഉറപ്പായിട്ടും പകരം വീട്ടണം. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ പെമ്പിള്ളേർ എടുത്ത് പോയി പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. നിനക്ക് അളാൻ വേണ്ടിട്ട് എന്നെ വെച്ച് നീ കോമഡി പറയരുത്. സോറി, ആ പെണ്ണെ വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് ലേറ്റ് ആയി. നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. ഗൈസ് ഗെറ്റ് റെഡി. മനോജ് നിക്ക. ഞാനൊരു ക്രിസ്ത്യൻ ആയിരുന്നെങ്കിൽ എനിക്ക് എന്ത് പേരായിരിക്കും ഇടാ? ഫ്രാങ്ക് എന്ന്. ലൈഫിൽ ഏത് സിറ്റുവേഷനിലും ഫ്രാങ്ക് ആയിട്ട് പറയാൻ പഠിക്കണം. ടെൽ മീ ഫ്രാങ്ക്. നീ എന്തിനാണ് പെമ്പിളാരുടെ പുറകെ വാനായിട്ട് നടക്കുന്നത്? നമ്മുടെ ക്ലാസ്സിലെ പെമ്പിളാരുടെ സീനിയേഴ്സ് ഒന്നും പോരാ നിനക്ക്. ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഫയർ സ്റ്റേഷനും ഒന്നും പോരാത്തന്നെ ഓട്ടോ സ്റ്റാൻഡിലും പോവല്ലേ നീ? ഇനി നീ ഇങ്ങനെ പോയുണ്ടല്ലോ മോൾ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും ഞാൻ. എടാ പട്ടി, ഭ്രാന്ത് പിടിച്ച പട്ടിയാ നീ. നിന്റെ ദേഷ്യം ഞാൻ മനസ്സിലാക്കുന്നില്ല. Come on guys, come on. What's wrong? പാവടാ, അവനൊരു ബ്രാഹ്മണനാ. പാവം കിട്ടുന്നത് നിനക്കായിരിക്കും. പാവം ഒരാളെ കിട്ടുന്ന ദേഷ്യം എനിക്ക് വരുന്നത്. വിജയത്തിന് ജാതി മതം ഒന്നുമില്ല. പ്രോട്ടീൻ ആൻഡ് പ്രാക്ടീസ് ഇമ്പോർട്ടന്റ്. We tear ourselves, we destroy ourselves. ഇത് വെറും കളിയല്ല, വേട്ടയാ വേട്ട. കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബോൾ എടുക്കാം. അത് കഴിഞ്ഞു നമ്മൾ കളിക്കാരല്ല, വേട്ടക്കാരാ. ഈ ബോൾ ആദ്യം പോണത് ലഡൂന. There is no I in victory, there is only we. അവസാനത്തെ ബോൾ ഇതാ നമ്മളിങ്ങനെ ഗോൾ മച്ചാ. എടാ അളിയാ, നമ്മൾ നമ്മുടെ ബാസ്കറ്റിൽ തന്നെ ഇട്ട പോയിന്റ് അവർക്കല്ലേ കിട്ടുള്ളൂ. JC കോളേജിൽ അങ്കിത്ത് എന്ന പേരുള്ള ഒരു പയ്യനുണ്ട്. ചേട്ടാ കുറച്ച് ഉള്ളി ഇട്ടെ, ഉള്ളി. അവന്റെ കോളേജിൽ അവനാ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത്. ചേട്ടാ കുറച്ചുകൂടി ഉള്ളി ഇടേട്ടാ. അങ്ങനെ ഒറ്റ പ്ലെയർ മതിയടാ. ചേട്ടാ കുറച്ചുകൂടി ഉള്ളി ഇട്. ഉള്ളിയിട് ഉള്ളിയിട് എന്ന് പറഞ്ഞ എങ്ങനാ? നീ വണ്ടി വിടാൻ എടുത്തോ? വേണ്ട, ഒരു മര്യാദ ഇട്ട്. ചെല്ല് ലഡു ബ്രോ, നീ എങ്ങോട്ടേ പോകുന്നേ? അവൻ എനിക്ക് ബോൾ തരുന്നില്ല. പിന്നെ അവർ തരില്ല, നീ പോയി എടുക്കണം. മറ്റേ കളി പാസ് ബ്രോ, പാസ്. എടാ പാസ് ചെയ്യ്. എന്തിനാടാ പാസ് ചെയ്യുന്നേ? എനിക്ക് എന്തിനാടാ തന്നെ അങ്ങോട്ട് പാസ് നീ എന്തിനാ പാസ് പാസ് പറഞ്ഞ് നിലവിളിക്കുന്നേ? ബ്രോ ആ ബോൾ തന്നെ.
കിട്ടിയടാ ഒരുത്തനെ. കൺഗ്രാറ്റുലേഷൻസ്, യു വോൺ എ സ്ക്രാച്ച് കാർഡ്. നാളെ തൊട്ട് വന്നോളൂ. എവിടേക്ക്? അയ്യോ പാവം. JC കോളേജ്. എന്താ അറിയില്ലേ? പെമ്പിളരെല്ലാം വരും, പിന്നെ നിന്റെ ഇഷ്ടം. ഓടാ അവിടെ. ഓക്കെ, സോറി. കുറച്ച് അഹങ്കാരത്തോട് സംസാരിച്ചു. സമ്മതിക്കുന്നു. മാച്ചിന് വരണം. എന്റെ 69 ജേഴ്സി വേണമെങ്കിൽ തരാം. പോരെങ്കിൽ എന്റെ ക്യാപ്റ്റൻസിയും തരാം. നീ എപ്പ ക്യാപ്റ്റനായി? ബ്രോ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ബ്രോ. വിട്ടേക്ക്. നിക്ക് ബ്രോ. അവൻ വരില്ല. അങ്ങനെ പറയല്ലേ, അവൻ വരണം. സി ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കേ. അന്ന് എന്തോ ഒരു ഫ്ലോയില് ആ ബോൾ വീണു. ഇപ്പൊ അവൻ മാച്ച് കളിക്കുകയാണെങ്കിൽ അവന് ഗെയിം അറിയില്ലെന്ന് നമുക്ക് മനസ്സിലാവില്ലേ? That's why he won't come. ഹായ്. ടോസോ? ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നടാ? നിനക്ക് എന്താ വേണ്ടത്? ഹെഡ് ആണോ ടൈലാണോ? ബാസ്കറ്റ് ബോളിൽ ടോസ് ഒന്നും ഇല്ല. അപ്പൊ ബോൾ ആരെറിയും? ബോളിലോട്ട് എറിയും, അത് പിടിക്കണം. എന്നാ പിടിച്ചോ. അങ്കിത്, ഹലോ, എത്ര തവണ മാറ്റിയതാ ഈ നമ്പർ? ആര് എന്നാടാ? ഡേയ്, ഈ സിമ്മ് മാറ്റി. കത്തിയിൽ നല്ലപോലെ എണ്ണ വെച്ച് വെച്ചിട്ടുണ്ട്. ഒറ്റ കുത്ത് എല്ലാം തീരും അതോടെ. എണ്ണ തേച്ച് കുത്തിക്കയറ്റാൻ എന്തോ ചക്കപ്പഴോ? കുത്തി അരക്കല്ല, ചോര വരും. പോയി കളിക്കാൻ നോക്ക്. പോയി കളിക്കാൻ നോക്കണം. എണ്ണയൊക്കെ നമുക്ക് പിന്നെ തേക്കാം. ചേട്ടാ, എന്റെ കയ്യിലെ ഒരു സൂപ്പർ പ്ലാൻ ഉണ്ട്. ഒരു 10,000 രൂപ കൊടുത്താൽ റെഫറി നമ്മുടെ വശത്താക്കാം. എടേ, അവന്റെ പേര് ലീ എന്നാ. അവ ഒരു ചൈനക്കാരനാ. അവനുമായിട്ട് നമ്മൾ എന്തിനാ സംസാരിക്കുന്നത്? അവൻ ലീം ബ്രൂസിലി ഒന്നുമല്ല, അവന്റെ പേര് ലിങ്കയ്യ. ഷോർട്ട് ആയിട്ട് ലീന്ന് വെച്ചിരിക്കുക. 10,000 തരാം. മാച്ചിൽ എന്റെ ടീമിനെ ജയിപ്പിക്കണം. ഹലോ മിസ്റ്റർ, ലെറ്റ് മീ ഡു മൈ ജോബ്. എന്തോന്ന് ജോബാടോ ഇത്? രാവിലെ മുതൽ ഈ വിസിലും വെച്ചിങ്ങനെ ഊതിക്കൊണ്ടിരിക്കല്ലേ? ഇതെന്താ IAS IPS വല്ല വേണം? പുള്ളി എന്തോ പണി ഒപ്പിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ പറ്റില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാ പോരെ. അവന്റെ ഒരു മോന്തയും മൊട്ട തലയും. അശോക്, നീ വന്ന മാച്ച് ജയിക്കും എന്നൊന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വന്നൊന്നുമല്ല. 3 ആഴ്ച കിടന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ബോൾ ബാസ്കറ്റിനടുത്തല്ല, പോസ്റ്റിനുള്ളിൽ പോലും വന്നില്ല. എന്നാൽ ഇത്രയും ദൂരെ നിന്ന് നിങ്ങൾ ബോൾ ബാസ്കറ്റ് ചെയ്തെങ്കിൽ അത് എന്തുമാത്രം ഇഷ്ടത്തോടെ പ്രാക്ടീസ് ചെയ്തോണ്ടായിരിക്കും. ഡോഗ്സ് ആൻഡ് RE സ്റ്റുഡൻസ് ആർ നോട്ട് അലൗഡ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് ക്യാൻറ്റീനിൽ. നിനക്ക് ഓക്കെയാണോ? നീ വന്നാലും ഇല്ലെങ്കിലും ഈ ജേഴ്സി നിനക്കുള്ളതെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇന്നലെ നീ എന്നോട് സംസാരിച്ചില്ലേ? ഇതുവരെ ആരും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇനി മേലാൽ ഇങ്ങനെ സംസാരിക്കരുത്, കേട്ടല്ലോ? അല്ല, ഈ മാച്ച് നമ്മുടെ ക്യാൻറ്റീന് വേണ്ടിയല്ലേ? അതെ. അവിടുത്തെ കോഫിങ്ങിന് കൊള്ളാം. അവിടെ നല്ലതാണെന്നാ പറയുന്നത്. മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കുടിക്കാം. മാച്ച് ജയിച്ച് കാണിക്കേ, പിന്നീട് നോക്കാം. നീയൊക്കെ തൂക്കാൻ വേണ്ടി റെഡിയായിട്ട്. അടുത്ത ബാസ്കറ്റ് അശോക് തന്നെ ഇരിക്കിടുക. ജസ്റ്റ് ബ്ലോക്ക് ഇറ്റ്.
അശോക്, അടുത്തത് നീ തന്നെ ചെയ്യണം. അതെ ബ്രോ. ഞാനല്ല, ഡീഡി ഇടും. എടാ അവന് കളിക്കാൻ അറിയത്തില്ല. കളിക്കാൻ അറിയില്ലെങ്കിൽ എന്താ, ജയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ. ഇന്നത്തെ ജയവും തോൽവിയും നമ്മുടെ ഡിഡിയുടെ കയ്യിലായിരിക്കുന്നത്. ഫൈനലി അശോകും ഞങ്ങളിൽ ഒരാളായി മാറി. ഇപ്പൊ 3 പേരും ഒരു ടീമായി. മനോജ്, അശോക്, ദാമോദർ. MAD മാച്ച്. എന്റെ ലഡു ഭഗത് സിംഗിനെ പോലെ ആയി കാണും. ఇది సన్నీ లియోన్ కాదా మా వైజాగ్ కి ఇదే సన్నీ లియోన్ రో. ഒന്ന് നിന്നേ. ലഡുവിനെ കണ്ടായിരുന്നു? ലഡ്ഡാ? ആ, കോളേജിലെ നല്ല തിളക്കമുള്ള കണ്ണുകളുള്ള, കാണാൻ നല്ല സുന്ദരനായ, വായിൽ വിരലിട്ടാൽ പോലും കടിക്കാത്ത നിഷ്കളങ്കനായ ഗണേഷ്. ഗണേഷ് TV റൂമിലുണ്ടെങ്കിൽ ലഡു അച്ഛാ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ കയറിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛാ നമ്മുടെ മുത്തച്ഛനാണ് സത്യം, ഞാൻ കുടിച്ചില്ല. എന്താ ഇത്? മരിച്ചവരെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നേ? എന്താ ഇത്? ചീപ്പ് ലിക്കറും മാങ്ങാച്ചാറും ഒക്കെ വെച്ചിരിക്കുന്നേ? അങ്ങളെ ഒരുമാതിരി മാന്യതയിലാ സംസാരിക്കല്ലോ കേട്ടോ. ഞാൻ അപ്പോഴേ ലഡുവിനോട് പറഞ്ഞതാ കുറച്ച് സ്റ്റഫ് വാങ്ങണമെന്ന്. അപ്പൊ ഇവനാ പറഞ്ഞത് അച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്ന്. എന്താടാ സ്റ്റഫ്? മാങ്ങാച്ചാർ എന്തിനാടാ? നോക്കങ്ങളെ ആരാടാ നിന്റെ അകൾ? എന്നാ അച്ഛന്ന് വിളിക്കാം. ഇങ്ങോട്ട് നോക്ക്, അവനെ വിട്ടേക്ക്. അതിന് ഞാനിപ്പോഴല്ലേ നിന്നെ കാണുന്നേ? നിന്നെ ഓർത്ത് ഞാൻ എന്തിനാടാ ഇവനെ? നിങ്ങളുടെ കൂട്ടത്തിൽ അടക്കം ഒതുക്കുള്ള ആരുമില്ലേ? ഈ കെമിസ്ട്രി എക്സ്പെരിമെന്റിന് വേണ്ടി മീഥൈൽ ആൽക്കഹോൾ ചോദിച്ചിരുന്നില്ലേ? ചൈതു ചേട്ടാ, ഇതാ പിടിക്കടാ. സൂക്ഷിച്ചോണേ. കണ്ണാടി, നീ ആരാടാ? ആന്റണി. എന്ത് തുണി? ഇവന്റെ തുണി അവന്റെ തുണി സാധാ തുണി അങ്ങനെ ഒന്നല്ല അങ്കിൾ. ആന്റണി റോഡ്രിഗസ്. ഫൈനൽ ഇയർ. എത്ര നാളായി? എന്റെ പൊന്നങ്ങളെ, പരിചയപ്പെട്ടിട്ട് ഇത്ര സമയമല്ലേ ഉള്ളൂ, അതിനിടക്ക് ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ബിഹേവ് യുവർ സെൽഫ് അങ്കിൾ. ലഡു, അങ്കിൾ ഒരു വലിയ മനുഷ്യനായതുകൊണ്ട് ട്യൂബ്ലൈറ്റ് ലെങ്തിലും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എടുക്കടാ ട്യൂബ്ലൈറ്റ്. എവിടെ? ട്യൂബ്ലൈറ്റ്. ആരാടാ അവൻ? ഇലക്ട്രീഷ്യൻ ആണോ? ട്യൂബ് ലൈറ്റ് എടുത്തോട്ട് പോകണ്ടില്ലേ? അതല്ല അച്ഛാ, അവന്റെ അച്ഛനെ ഒരു ട്യൂബ് ലൈറ്റ് ഫാക്ടറി ഉണ്ട്. ആ പറയേ. ഇതിനാ ഓട്കയിൽ വെച്ചടിക്കാനോ? കട്ടേ ഇതെടുത്തോ. ഓക്കെ അച്ഛാ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഈ പരീക്ഷയിൽ നിനക്ക് മാർക്കെങ്ങാനും കുറഞ്ഞാൽ പിന്നെ ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കും. അച്ഛാ, ഇതാ നിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നതാ. ഹാപ്പി ബർത്ത്ഡേ. ഭഗത് സിംഗ് ബോയ്സ് ഹോസ്റ്റലിൽ നടക്കുന്നത് എല്ലാം എനിക്ക് കാണണം. CCTV വെക്കണം. ഗുഡ് ഈവനിങ് സാർ. സാറിനൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കിയാൽ മതി. റെഡി ബോയ്സ്? ഇതുവന്മാർ എന്ത് ചെയ്യാൻ പോവുക? 1 2 വേണ്ട. അതുകൊണ്ടാണല്ലേ ക്യാമ്പസിൽ ഒരു ക്യാമറ പോലും ഇല്ലാത്തത്. സൂപ്പർ ഏട്ടാ. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചേ? അതിനുശേഷം എല്ലാം നന്നായിട്ട് പോയോ ഏട്ടാ? എല്ലാം നന്നായിട്ട് തന്നെയാ പോയത്. പക്ഷേ മനോജാ ഗ്യാങ്ങിൽ ഒരു വൈറസ് കൊണ്ടിട്ടത്. എന്താ ഏട്ടാ അത്? ലവ്. മനോജ്. ഓക്കെ.
എന്തോ നോക്കേ അന്ന് എന്നെ നോക്കി ചിരിച്ചായിരുന്നു. അത് ജസ്റ്റ് ടൈം പാസിന്. ടൈം പാസ് എന്നൊക്കെ പറയുമ്പോ പിന്നെ നീ നോക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം? നാണിച്ച് തല കുനിക്കണോ അതോ പേടിച്ച് കണ്ണടക്കണോ? നോക്ക്, എനിക്കും എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? സോ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞ പ്രേമ അസ്ഥിക്ക് പിടിച്ച് ഞാൻ ഭ്രാന്തന്മാരെ പോലെ നടക്കണമായിരിക്കുമല്ലേ? അർജുൻ റെഡിയെ പോലെ പൗഡർ വലിച്ചു കയറ്റിയാ ഇയാൾ അതിന് സമാധാനം പറയൂ. ഒരുപാട് നല്ലവനായിട്ട് അങ്ങ് സംസാരിക്കല്ലേ. ഞാൻ 216 ബസ്സിലാ. നിന്നെ കുറിച്ച് കാവ്യ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിക്ക് കാവ്യ കരമനയിലെ കാവ്യാണോ കല്ലമ്പലത്തിലെ കാവ്യാണോ? കവടിയാറ് കാവ്യാടാ. അത് പറ. ശ്രുതി 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 ഓക്കേ. ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഒരു കോഫി കുടിച്ചാ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഒരു കപ്പ് കോഫി. മാഡം ഒരു 10 രൂപ തരുമോ? ഒരു കപ്പ് കോഫി. 10 രൂപ. ഒരു കപ്പ് കോഫി. 10 രൂപ. ഒരു കപ്പ് കോഫി. 10 രൂപ. ഒരു കപ്പ് കോഫി. ഇങ്ങനെ ചോദിക്കുന്ന നാണമില്ല. ഒരു കുഴപ്പമില്ലല്ലോ. എന്നിട്ടും നീയൊക്കെ എന്തിനാ ചിരിക്കുന്നത്? ഞാൻ ചിരിച്ചെന്നോ? ചുമ്മാ ചിരിക്കാതെ ഒരു പെണ്ണെ കറക്കെടുത്ത് കാണിക്കാൻ നോക്ക്. ഡേയ് പറ്റില്ലടാ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു കാര്യം സിലബസിലേ ഇല്ല. അതെങ്ങനെ? ഇതുവരെ നീ പ്രണയിച്ചിട്ടേ ഇല്ല? പ്രണയിച്ചിട്ടൊക്കെ ഉണ്ട്. 10th വരെ ക്രിക്കറ്റിനോടായിരുന്നു പ്രണയം. +2 ആയപ്പോ ഫിലിമിനോടായി. സൈലൻസ്. ഡേയ് എന്ത് സൈലൻസ്? ലൈബ്രറി വരുന്ന വായിക്കാനാ? എന്നിട്ട് പടാ ഇഡിയറ്റ്. ഞാൻ പെമ്പിള്ളേരെ നോക്കിയിട്ടേ ഇല്ല. അതെന്താ? അത് ടോയ്ലറ്റിൽ പോകാൻ തോന്നും. എന്താന്ന് വെച്ചാ അത് ലേഡീസ് മാറ്റർ അല്ലേ. കൈയൊക്കെ വിയർത്ത് കാല് വിറച്ച് വല്ലാണ്ടായി പോവും. നാണോ വരുവാടാ. അളിയ സപ്പോസ് ഏതെങ്കിലും ഒരു പെണ്ണ് നിന്നെ എനിക്ക് ഇഷ്ടമായി, ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് നിന്നോട് പറഞ്ഞ? എന്നെയൊക്കെ ആരാടാ പ്രേമിക്കാൻ വരുന്നത്? നമ്മുടെ അശോകനാണെങ്കിൽ ഓക്കെ, ജെനിയെ പോലെ. എന്നെ എന്തിനാണ് ഇതിനിടയിൽ വലിച്ചു വെക്കുന്നത്? ഞങ്ങൾ ഒരു ലാബ് പാർട്ട്നേഴ്സ് മാത്രമാണ്. നോ 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 എന്റെ ബ്രോ, ജില്ലാ പരിഷത്ത് ഹൈസ്കൂളിൽ പഠിച്ചോണ്ട് പറയാ ഞാൻ, നിങ്ങൾ ലാബ് പാർട്ട്നേഴ്സ് അല്ലടാ, ലൈഫ് പാർട്ട്നേഴ്സാ. നിങ്ങൾ എത്ര വഴക്കിട്ടാലും പിണങ്ങിയാലും വീണ്ടും അങ്ങ് ഒന്നിക്കും. നിങ്ങൾ പ്രേമിക്കും, കല്യാണം കഴിക്കും, പിന്നെ കുട്ടികളും ഉണ്ടാവും. കുട്ടികൾക്ക് അവൻ പേരിടുകയും ചെയ്യും. എന്താടാ നോക്കുന്നേ? നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇവൻ ഓരോ ബസ്സിലും കയറി ഇറങ്ങി പെമ്പിളാരെ നോക്കി നോക്കി അവസാനം വട്ടുപിടിക്കും. അത് ഗ്യാരണ്ടി. ആം എ ഫ്രീ ബർഡ് ബ്രോ. എനിക്കിങ്ങനെ ഒന്നുമില്ല. എന്നെ കണ്ട് ഒരു പെണ്ണും ഇംപ്രസ് ആവാൻ പോകുന്നില്ല. എന്നെ ഒരു പെണ്ണും ഇഷ്ടപ്പെടുകയില്ല. ഒരു പെണ്ണും എന്നെ പ്രേമിക്കാനും പോകുന്നില്ല. നിന്നെ കാത്തിരിക്കും ഞാൻ, നിന്നെ കാത്തിരിക്കും ഞാൻ. സാർ ചീപ്പുണ്ടോ സാർ? നിന്നെ ഉണ്ടല്ലോ. ലവ് യു സാർ. എന്തു പറ്റിയടാ? ആരെങ്കിലും കരയുവാണോ? ലെറ്ററോ? ആർക്കാടാ? ടെലഗ്രാമാ? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? എടാ അച്ഛനെന്തെങ്കിലും പറ്റിയോ? ഹായ് ഡിഡി, എന്താ ലൈബ്രറിയിൽ എന്തിനാ കള്ളം പറഞ്ഞോണ്ടിരുന്നേ? നിനക്കാരെയും ഇംപ്രസ് ചെയ്യാൻ പറ്റില്ല, നിന്നെ ആർക്കും ഇഷ്ടാവില്ല, അങ്ങനെയാണോ നീ വിചാരിക്കുന്നത്? എന്നാ നിന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. എനിക്ക് അതിനേക്കാൾ നിന്നെ ഇഷ്ടമാ. പക്ഷെ ഞാൻ ആരാ എന്താന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നോക്കണ്ട. പക്ഷെ മാറ്റർ ഇതാണ് എന്ന്. ഇത് പെണ്ണ് തന്നെയാ. ഇത് നിനക്ക് തന്നെ കുറച്ച് ഓവറായിട്ട് തോന്നില്ലേ? ഹാൻഡ് റൈറ്റിംഗ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലളിയാ, ആ ഹാൻഡ് റൈറ്റിംഗിലെ കർവ്സ് ഉണ്ട്. എന്താണെന്നറിയോ നിനക്ക്? പെൺകുട്ടികൾക്കെല്ലാം കർവ്സ് ഉണ്ടല്ലോ. ലെറ്റർ, പെണ്ണ്, ഡിഡി. സത്യം പറ, ആരുടെ ലെറ്റർ എഴുതിയത്? നീ ഞങ്ങളെ സംശയിക്കുന്നോ? എന്റെ ബ്രോ, നമ്മുടെ ലൈഫിൽ എത്ര പേര് ഏഞ്ചൽ പ്രിയ, ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ്, അതുപോലെ പേൾ സാമന്ത് എന്നൊക്കെ പറഞ്ഞ് വരുന്നേ. ജില്ലാ പരിഷത്ത് മലയാളം മീഡിയോടാ ഞാൻ. ഇതുപോലെ എന്തൊക്കെയാ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് അറിയോ? അങ്ങനെയുള്ള എന്നോടാ നിന്റെ വിളഞ്ഞ കളി. ഒന്ന് പോടാപ്പാ. എന്റെ പൊന്നു ഡീഡി, ഒരു പെൺകുട്ടി നിനക്ക് ലെറ്റർ എഴുതിയിട്ട് അതുപോലെ നീ വിശ്വസിക്കുന്നില്ല. ഇതാണ് നിന്റെ കുഴപ്പം. അത്രയ്ക്കൊരു ഇതുള്ളതുകൊണ്ടല്ലടാ അവള് ലെറ്റർ എഴുതിയത്. അത് ശരിയാ. നിനക്ക് പെണ്ണുങ്ങളോട് താല്പര്യം ഇല്ലേടേ? ഹലോ. ഹായ്. ഹായ്. അവിടെ ദാമോദരുണ്ടോ? അതായത് ഡിഡി. ഡിഡിയോ? അറിയില്ലല്ലോ. ഡിഡിക്ക് പെണ്ണോ? ക്രെഡിറ്റ് കാർഡിന് വേണ്ടി വിളിച്ചതാണോ? അവനതിന്റെ ആവശ്യമൊന്നുമില്ല. ഡിഡി ഫോൺ. ഈ സമയത്ത് ഫോൺ ചെയ്യലെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ. ഹലോ ഡാഡി. എടാ ബ്രോ, ഫോണിൽ ഒരു പെണ്ണാടാ. ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഇങ്ങോട്ട്. ഹലോ, ആരാ നീ? ഏത് ലെറ്റർ? ഓക്കെ, എനിക്ക് 2 ചോദ്യം ചോദിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1, ആ ലെറ്റർ നീ തന്നെയാണോ എഴുതിയത്? കോപ്പി ദാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 2,
നീ ശരിക്കും ഒരു പെണ്ണ് തന്നെയാണോ? എന്റെ ബ്രോ, ഇത് പെണ്ണ് തന്നെ. എന്നാ പറയൂ, നീ ആരാ? നിന്റെ പേരെന്താ? നീ എവിടെ വിളിക്കുന്നത്? നിങ്ങളാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചു കേൾക്ക്. ഇന്നു മുതൽ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. എടാ, ശരിക്കും ഇത് പെണ്ണ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ് ജെന്നി. പ്രൈസ് ദി ലോർഡ് ഡിഡി. നിന്റെ ആ ഫ്രണ്ടില്ലേ, അവൻ വെറും വേസ്റ്റ് ഫെലോയാ. ഇന്ന് ലാബിൽ എന്താ നടന്നെന്നറിയോ? ഒരു എക്സ്പെരിമെന്റ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്ത് വന്നാലും ശരി, ഇന്ന് കംപ്ലീറ്റ് ചെയ്തേ മതിയാകൂ. എക്സ്പെരിമെന്റ് ലേറ്റ് ആയതേ അവൻ കാരണമാ. എന്നാ അവന് മര്യാദയ്ക്ക് സംസാരിക്കെങ്കിലും ചെയ്തൂടെ? തനിയെ ചെയ്യാൻ പറഞ്ഞപ്പോ അവൻ പെട്ടെന്ന് ചെയ്തിട്ട് അവന്റെ പാട്ടിന് പോയി. എന്നാ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കാണ്, അവളെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ആരെങ്കിലും അവളെ പിക്ക് ചെയ്യാൻ വരുമോ, അങ്ങനെയൊന്നും ചോദിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ അവന്? ഏയ്, നീ ഒന്ന് നിർത്ത്. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രാക്ടിക്കൽ കഴിഞ്ഞു. ജെനി ഇപ്പൊ ഒറ്റയ്ക്കാ ഉള്ളത്. അവൾ എന്റെ കൂടെ കംഫർട്ട് അല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ ചോദിച്ചിരുന്നു. ഞാൻ ബിസി ആയിരുന്നതുകൊണ്ടും അവനോട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അവൻ പുറത്തുണ്ടാച്ചു നോക്ക്. നീ ചുമ്മാ ഓർന്ന് പറയല്ലേ, അവൻ അങ്ങനെയൊന്നും അല്ല. അശോക്, താങ്ക്സ്. ഇറ്റ്സ് ഓക്കേ. ഇറ്റ്സ് ഓക്കെ. ഫസ്റ്റ് ഞാൻ കൈ തന്നപ്പോ നീ എനിക്ക് കൈ തന്നില്ല. ഇറ്റ്സ് നോട്ട് ഓക്കെ. 12th ഡേ ലഞ്ച് ബ്രേക്കിന് നിന്റെ അടുത്തിരുന്ന് കഴിക്കാൻ വന്നപ്പോ നീ എണീറ്റ് പോയി. ഇറ്റ്സ് നോട്ട് ഓക്കെ. ലൈബ്രറി വെച്ചൊരു ബുക്ക് ചോദിച്ചപ്പോ നീ എന്നൊരു പ്രാണിയെ പോലെ കണ്ടത്. ഇറ്റ്സ് നോട്ട് ഓക്കെ. ഇപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായത് നീ കാരണമാ. എന്നിട്ട് രക്ഷകനെ പോലെ ബിൽഡപ്പ് ഇട്ട് നിൽക്കുക. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് നോട്ട് ഓക്കെ. എനിക്ക് എന്താണ് ഒരു കുഴപ്പം? ഈ ഏരിയയിലെ 10 പേര് എന്റെ പുറകെ നടക്കുക. എന്താ വിശ്വാസം വരുന്നില്ലേ? കാർത്തിക്, എടാ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? സോറി ജെനി, ഞാൻ അതിന്ന് മൂവ് ഓൺ ആയി. അതെന്താ? അതെന്താന്ന് വെച്ചാല് എന്റെ വീടിന്റെ മുകളില് ജെസ്സി വന്നു. ഈ ലോകത്തിൽ എത്ര പെമ്പിളരുണ്ടായിരുന്നാലും ഞാൻ ജെസ്സിയെ പ്രേമിക്കുള്ളൂ. നിർത്ത്, പോ. ഇനി 9 പേരുണ്ട്. ജനിയുടെ വരവോടെ അശോക് ചിരിച്ചു തുടങ്ങി. വെണ്ണിലെ കണ്ടുപിടിക്കാൻ ഡി ഒരു ബോർഡ് വെച്ചു. ശ്രുതിയെ ഇംപ്രസ് ചെയ്യാൻ മനോജ് വഴിതേടിക്കൊണ്ടേയിരുന്നു. ഒരു കോഫി കുടിക്കാൻ ഒരു കോഫി കുടിക്കാൻ. അവിടുന്നാണ് എല്ലാത്തിന്റെ. ഇപ്പോ 37 പെമ്പിളാരെ ഓൾറെഡി എലിമിനേറ്റ് ചെയ്തു. 12 ഭാഷയിൽ ഐ ലവ് യു പറഞ്ഞു. ആ പെണ്ണിപ്പോ നമ്മുടെ കോളേജിൽ ഉണ്ടോ ഇല്ലെന്ന സംശയം. എടാ ചിണ്ടു, നീ എന്തിനാ അനിയത്തിക്ക് വേണ്ടി വേണോന്ന് വെച്ചിങ്ങനെ എപ്പോഴും തോറ്റു കൊടുക്കുന്നേ? ഞാൻ ജയിച്ചാൽ അവള് കളിക്കുന്നത് ഉടനെ നിർത്തും. പക്ഷെ ഞാൻ തോറ്റാൽ അവൾ എപ്പോഴും എന്നോട് കളിക്കും. ഞാൻ അവളോട് കളിക്കണമെങ്കിൽ ഞാൻ തോക്കണം. ഓ, എത്തിയായിരുന്നോ? സ്റ്റാർട്ട് ചെയ്യ. മുടി നന്നായിട്ടുണ്ട്, ഏത് എണ്ണ തേച്ചത്, ഫേസ് നന്നായിട്ടുണ്ട്, ഏത് പൗഡർ ആയിട്ട് എന്നൊക്കെ ചോദിക്കാലോ. ഇതൊക്കെയല്ലേ നിന്റെ നമ്പർ. തുടങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പോവാലോ. ഞാൻ പോവാ. ശ്രുതി, ഞാൻ എത്ര പിറകെ കിടന്നാലും നീ വീഴില്ല. അതെന്താ കാര്യം? നീ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിറകെ വരില്ലല്ലോ. യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്നോട് പറഞ്ഞു ബ്രോ. എന്ത് പറഞ്ഞു? എന്താന്ന് വെച്ചാ ഫൈനൽ എക്സാമിന്റെ അന്ന് അവൾ എന്നെ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. എന്റെ ബ്രോ, അവൾ ഉറപ്പായിട്ടും വരും. ഗിഫ്റ്റ് വരെ വാങ്ങി വെച്ചിരിക്കാടാ. ഇന്നലെ രാത്രി ഞാനത് പാക്ക് ചെയ്തു. ലഡു ബ്രോ കണ്ടതാ അല്ലേ ബ്രോ? നന്നായിരുന്നു. നിന്നോട് ചോദിച്ച എന്നെ പറഞ്ഞാ മതി. അളിയ മനോജ്, സൂപ്പർ ഗിഫ്റ്റ് ഞാൻ വാങ്ങിയത്. അടിപൊളിയാ ബ്രോ, അടിപൊളി. സത്യമായിട്ടും കൊടുക്കുന്നതിന് മുന്നേ ഞാൻ നിന്നെ കാണിക്കാം. കാണിച്ചിരിക്കും. കോൾ വരുന്നുണ്ട്. നിന്റെ സെലക്ഷനില്ലേ, അതിനൊരു കുഴപ്പമുണ്ടാവില്ല. താങ്ക്സ് അളിയ. എഞ്ചിനീയറിംഗ് എക്സാമിനെ കുറിച്ച് ആലോചിച്ച് എന്തിനെങ്ങനെ പേടിക്കുന്നേ? ഞാൻ എത്ര തവണ എഴുതിയിരിക്കുന്നു. നമ്മുടെ കോളേജിന്റെ അടുത്ത് ജനാർദ്ദനൻ എന്നുള്ള പേരിൽ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ ചെന്ന് ആന്റണി 20 എന്നുള്ള കൂപ്പൺ കൊടുത്ത് അവരെ അപ്ലൈ ചെയ്ത് തരും. സ്ലിപ്പ് കൈയോടങ്ങ് തരും. എക്സാം എഴുതിക്കോ. എക്സാം ഇങ്ങെത്തി. ബുക്ക് കൈകൊണ്ട് തൊടാത്ത ഡിയും ബുക്ക് എടുത്തു. അതായത് കളിക്കാനായിട്ട്. പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നില്ല. വെരി സിൻസിയർ.
പഠിക്കുകയാണോ? ഏതാ ചാപ്റ്റർ? അത് വേറൊന്നുമല്ല, ഇന്നലെ പഠിച്ചതിന്റെ ബാക്കിയാ. ശരി അളിയാ, നീ പഠിക്ക്. ഒരേ ഒരു കളി. ശരി വാ. ശരി. ഇതിന്റെ ആൻസർ പറഞ്ഞാടാ. രാത്രി മൊത്തം ചീട്ട് കളിച്ചോണ്ടിരുന്ന എന്നോട് തന്നെ ചോദിക്കണം. നിനക്ക് അറിഞ്ഞൂടെ? ശരി വാ, കൊടുത്തിട്ട് പോയി നമുക്ക് കളിക്കാം. അത് ശരിയാണല്ലോ. വാ. ഡിസിപ്ലിന് ഡിക്ഷണറിയിൽ പേര് മാറ്റണമെങ്കിൽ എന്റെ കോളേജിലെ പേര് തന്നെ ഇടണം. ആരെങ്കിലും എന്തെങ്കിലും തുണ്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴേ കളഞ്ഞേക്കണം. ഡിസിപ്ലിൻ അത് മസ്റ്റാണ്. സാർ, ഇത് നാളത്തെ എക്സാമിനുള്ളതുണ്ടോ? അറിയാതെ എടുത്തോണ്ടോ? കൊണ്ട് കളയണം. അയ്യോ, നീ അങ്ങോട്ട് പോവോ? ശ്രുതി എന്ന് കാണണോടാ. എടാ, വൈകുന്നേരം നമുക്ക് വെണ്ണിലെ കാണാൻ പോകണ്ടല്ലേ? നീ ഇപ്പൊ പോയാലേ എങ്ങനെ? നീ ഉണ്ടാവില്ലേ? ആ ഉണ്ട്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി നീ തന്നെ നോക്കണം. ലാസ്റ്റ് ഡേ ഓഫ് എക്സാം. ശ്രുതിയെ പ്രപ്പോസ് ചെയ്യാൻ മനോജ് അങ്ങ് പോയി. ജനിക്ക് വേണ്ടി അശോക് വെയിറ്റ് ചെയ്തു. വേറൊരു വശത്ത് വെണ്ണിലെ ആരാണെന്നറിയാൻ DD അക്ഷമനായി നടന്നു. നമുക്ക് അങ്ങോട്ടിരിക്കാം. ശ്രുതി. ആ ചേച്ചി, എന്താ നീ ഇത് ഹൈദരാബാദിലെ പിടിച്ചേ. കോളേജിൽ അപ്ലൈ ചെയ്യാൻ പോവാണോ? അത് യൂസ് കോളേജിൽ സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഹൈദരാബാദിലത്തേക്ക് അപ്ലൈ ചെയ്തു. പക്ഷെ എനിക്കെന്തുകൊണ്ടാ ഈ ലെറ്ററിൽ വി ആർ ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ് യു ആർ സെലക്ടഡ് ഫോർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നു? ഇതൊക്കെ അവന് വേണ്ടിയല്ലേ? ശ്രുതി, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എടി, നിനക്ക് അവന് ഇഷ്ടമാണല്ലേ? പിന്നെ നിനക്ക് പ്രപ്പോസ് ചെയ്തൂടെ? ഞാൻ അവന്റെ പുറകെ നടക്കുകയാണ്. നീ കോളേജിന് മൊത്തം അറിയാം. അവൻ ആദ്യം പ്രപ്പോസ് ചെയ്യട്ടെ. എന്താ അളിയാ, എപ്പോഴാ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? ഇനിയും 3 വർഷം ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. എപ്പോഴും ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? അപ്പൊ അവള് തന്നെ ഫസ്റ്റ് പറയട്ടെ. പിന്നെ അല്ല, അത്രേ ഉള്ളൂ. അളിയാ, DD കാണാൻ ഏതോ പെണ്ണ് വരുന്നെന്ന് തോന്നുന്നു. അപ്പോ ഇതുവരെ നീ ആയിരുന്നു അല്ലേ അത്? ഞാനല്ല. പിന്നെ എന്തിനാ വന്നത്? അത് ആ പെണ്ണാരെന്ന് അറിയാനുള്ള. ഷൂ ഊരി അടിക്കുന്നതിന് ഞാൻ ഒരു പല്ല് പോലും ബാക്കി കാണില്ല. അറിയാൻ എന്തൊരു ക്യൂരിയോസിറ്റി. ഓടി അയ്യടാ വന്നിരിക്കുന്നു. എന്തിനു നീ ടെൻഷൻ ആവുന്നേ? എന്നെ ശ്രുതിയാണെന്ന് വിചാരിച്ച് പ്രപ്പോസ് ചെയ്യാം. മനോജ്, കാവ്യ, ഞാനിത് വെറുതെ തമാശക്കാണേ. നീ വെറുതെ അങ്ങ് സീരിയസ് ഒന്നും ആക്കല്ലേ. ശ്രുതി, ഞാൻ നിന്നോടൊരു കാര്യം. എനിക്ക് യുഎസിൽ അഡ്മിഷൻ ഓക്കെ. ഞാൻ യുഎസിലേക്ക് പോകാൻ പോവാ. യാ, 3 months ആയല്ലേ? യാ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എനിക്ക് വേണ്ടി നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാ വിചാരിച്ചേ? ഞാനും നിനക്ക് വേണ്ടി ഇവിടെ നിൽക്കാന്നാ കരുതിയത്. അറ്റ്ലീസ്റ്റ് നീ എന്നെ ഓർക്കെങ്കിലും ചെയ്യോ? ഓഫ് കോഴ്സ്. ഓ, ഒരു 3 days ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ തേച്ചിട്ട് US പോയെന്നും പറഞ്ഞ് അടുത്ത പെണ്ണിനെ വളച്ചെടുക്കും. ഈ തവണ മിസ്സായല്ലോ ശ്രുതി. ഓൾ ദി ബെസ്റ്റ്.
ശ്രുതിയെ പ്രപ്പോസ് ചെയ്തോ? ശ്രുതി എന്താ പറഞ്ഞേ? പറയടാ. ഹലോ വെണില, നീ എവിടെയാ? ഞാനിവിടെ വൈറ്റ് ഷീറ്റ് ഇട്ട് സ്റ്റേജിലുണ്ട്. നീ ഒന്നും സംസാരിക്കാതെ ഞാൻ പറയുന്നത് കേൾക്ക്. ഡിഡി, എനിക്ക് നിന്നെ കാണണമെന്ന് തന്നെ ഉണ്ട്. പക്ഷേ ഞാൻ നിന്റെ മുന്നിൽ വന്നാ നിനക്ക് എന്നെ ഇഷ്ടപ്പെടാതെ പോയാ അതിനുശേഷം 3 വർഷം എനിക്ക് നിന്റെ മുഖത്ത് നോക്കാനേ പറ്റില്ല. അതുകൊണ്ട് നിന്നെ കാണാൻ ഞാൻ റെഡിയായിട്ടില്ല. വെണില, നീ എന്തൊക്കെയാ പറയുന്നേ? ഒരു തവണ നീ വന്ന് എന്നെ ഒന്ന് കാണു പ്ലീസ്. ഹലോ വെണില, നീ എവിടെയാ? സോറി ഡിഡി. എന്തു പറ്റിയാളിയാ? വെണ്ണില വരില്ലാന്ന്. ഈ സമയത്ത് ഇത് ചോദിക്കാമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ലഡ്ഡു അവിടെ വൈൻ ഷോപ്പിൽ ഇരിപ്പുണ്ട്. നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ. ഞാനൊക്കെ ഡെസ്പാടാ. നിനക്കറിയില്ല ഞാൻ ബിയറേ കഴിക്കുള്ളൂന്ന്. പോയി 4 ബിയർ വാങ്ങിക്കോട്ടോ. അപ്പൊ നമ്മളെവിടെ നിർത്തി? അത് തന്നെ ഏട്ടാ. വെണ്ണില, അശോക്, പിന്നെ അവരുടെ ലവ് സ്റ്റോറി. ചേട്ടാ, അപ്പൊ ഈ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ സെക്കൻഡിലും തേർഡിലും ഒക്കെ എന്തിരിക്കുന്നു? എക്സാം സപ്ലി. നിങ്ങൾ 3 ഇഡിയറ്റ്സ് സിനിമ കണ്ടിട്ടില്ലേ? കണ്ടല്ലോ. അതിലെന്താ കാണിക്കുന്നത്? ഫസ്റ്റ് ഹാഫില് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഹാഫ് നേരെ ഫോർത്ത് ഇയർ. അതേട്ടാ, നമുക്കും അത് മതി. അത് കറക്റ്റ്. അവസാനം DD കോളേജിന്റെ പ്രസിഡന്റ്. ആദ്യം തന്നെ ഈ സ്റ്റേജ് അലങ്കരിച്ച നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് മനോജ്. താങ്ക് യു മനോജ്, സൂപ്പർ, ലവ് യു. അടുത്തതായി സ്റ്റേജിലിരിക്കുന്ന റെസ്പെക്റ്റഡ് ഡീൻ സാർ, ഒപ്പം നമ്മുടെ പ്രിൻസിപ്പൽ സാർ. വാട്ടർ ബോട്ടിൽ കൊടുക്ക വേഗം. നല്ല തണുപ്പുണ്ടായിരിക്കണം. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ, വെൽക്കം ടു റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്. വി ആർ ഗ്ലാഡ് ടു ഹാവ് യു ഓൺ ബോർഡ്. പറടാ, സ്വാതിക്കും കീർത്തിക്കും നീ ഒരേ സമയത്ത് മെസ്സേജ് ചെയ്തോണ്ടിരിക്കുക. ഐ ലവ് യു കീർത്തിന്ന് നീ സ്വാതിക്ക് മെസ്സേജ് ചെയ്തു. വാട്ട് ദ യഫ്. അങ്ങനെ അവൾ നിനക്ക് റിപ്ലൈ തന്നാ നീ എന്തി? സ്വാതി, ഇന്നു മുതൽ നിന്റെ പേര് കീർത്തി. എന്തെന്ന് വെച്ചാ എന്റെ അമ്മയുടെ പേരും കീർത്തി എന്നാ. കോളേജിലെ ആമ്പിള്ളേർക്കെല്ലാം മനോജ് ലവ് ഗുരുവായി. ശ്രുതി പോയ വിഷമത്തിൽ പാവൻ സിംഗിളായി തന്നെ കഴിഞ്ഞു. ആഴ്ചയിൽ 1 ദിവസം അവൾക്ക് വേണ്ടി അവൻ വിഷമിച്ചിരുന്നു. ഒന്ന് മാറി മോനെ, ഞാൻ എന്റെ ജോലി ചെയ്യട്ടെ. ഒന്ന് പോ. എന്റെ ഇമോഷൻ ഒരു വാല്യൂ ഇല്ലേ? നിന്റെ ഇമോഷൻ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ജോലി ഞാൻ ചെയ്തല്ലേ പറ്റൂ. ഈ കോളേജിന്റെ ഹോപ്പ് ഞാൻ അറിയാലോ. അതൊക്കെ പോട്ടെ, ആരും മൂടോട്ടാവണ്ട. ഒരു നല്ല എപ്പിസോഡ് പറയാം. 3rd ഇയറിലെ ആനുവൽ ഡേ കഴിഞ്ഞതും പതിവ് പോലെ ഞങ്ങൾ ഭഗവാൻ ക്യാൻറ്റീനിലെത്തി. ആ സമയത്ത് എവിടെ നിന്നാണെന്നറിയില്ല, കുറെ തല്ലിപ്പൊളികളും അവിടെ വന്നു. അവന്മാര് വൾഗർ സോങ്സ് പാടാനും കമന്റ് അടിക്കാനും ഒക്കെ തുടങ്ങി. എന്താടി ഓവർ ഡയലോഗ് ഒക്കെ? മനോജ് പതുക്കെ സീരിയസ് ആയി. എന്താ ബ്രോ ഷർട്ടൊക്കെ മടക്കി കുത്തുന്നേ? പോയി ആജൽ പേന വാങ്ങാനാ? അല്ലളിയാ, എന്താടി ഓവറായിട്ട് സംസാരിക്കുന്നത്? എന്താടാ, എന്താ നീ വലിയ ഹീറോ ആണോ? അത്രേ ഉള്ളൂ, വേറൊന്നും സംഭവിച്ചില്ല. 2 പേർക്കും പരസ്പരം ഇഷ്ടമാണ്, പക്ഷെ തുറന്നു പറഞ്ഞിട്ടില്ല. ഇനി ഒരു ലവ് സ്റ്റോറി കൂടി ഉണ്ട്. എന്നെ കാണാൻ നിനക്ക് പേടിയല്ലേ? പിന്നെ ഞാൻ ഹാൻഡ്സം ആയതുകൊണ്ടാവും നിനക്ക് എന്നെ ഫേസിന് ഇത്രയ്ക്ക് മടി. എനിക്ക് മനസ്സിലാവും. എന്നോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷമായില്ലേ. അങ്ങനെ വെണ്ണിലെ അന്വേഷിക്കുന്നതിനിടയില് അവൻ വേറൊരാളെ കണ്ടുമുട്ടി. ആരാട്ടാ അത്? ജെറോക്സ് ജനാർദ്ദൻ. എന്നെ ഒരു പെൺകുട്ടി ഫോൺ ചെയ്യാറുണ്ട്. ആ പെണ്ണിനെ ട്രേസ് ചെയ്ത് നോക്കിയപ്പോ ID ഓഫീസിൽ നിന്ന് നിങ്ങളുടെ അഡ്രസ് അവർ തന്നത്. നമ്മുടെ കോളേജിൽ ആരാ മോനെ അഡ്രസ് കൊടുക്കുന്നത്?
എല്ലാവർക്കും ഞാനല്ലേ. ചേട്ടാ ആ സിം കാർഡ് വാങ്ങിയ പെണ്ണ് ഇതിൽ ആരെങ്കിലും ആണോ ഒന്ന് നോക്കി. ഇങ്ങനെ നോക്കി പറയുന്നത് ബുദ്ധിമുട്ടാ മോനെ. ആ കുട്ടി മുഖത്തൊരു തുണി കെട്ടിയിരുന്നു. കണ്ണ് കണ്ട അറിയാൻ പറ്റും. ചേട്ടാ എന്റെ നമ്പർ സേവ് ചെയ്തോ. പക്ഷേ എന്റെ സ്മാർട്ട് ഫോൺ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ? ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോ എടുത്ത് നിനക്ക് വാട്സപ്പ് ചെയ്യായിരുന്നു. അങ്ങനെ എന്നാ ശരി, ഞാൻ അറേഞ്ച് ചെയ്യാം. ഇന്നലെ ആ കുട്ടി വന്നിരുന്നു കേട്ടോ. ഫോൺ വിളിച്ചോടായിരുന്നോ? ഞാൻ സ്മാർട്ട് ഫോൺ വാങ്ങി തന്നെയല്ലേ. ബാലൻസ് ഇല്ലെന്ന് കാണിക്കുന്നു മോനെ. റീചാർജും ചെയ്യണോ? മൂവി ടിക്കറ്റ്, ഇയാൾ കുറിച്ച് ബിയറിന്റെ കാശ്, ഇതും പോരാഞ്ഞ് ഞാൻ റീചാർജും ചെയ്ത് കൊടുക്കണം പോലും. വലിയ കഷ്ടം ബ്രോ. കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആരുടെ എന്തെങ്കിലും വാങ്ങിക്കുക. പലിശ എത്ര വേണോ കൊടുക്കാം, അതൊന്നും പ്രശ്നമല്ല. ഡാനിയ, എഗ് പഫ് നന്നായിട്ടുണ്ടോ? ഈ ക്യാൻറ്റീന് വേണ്ടി ആദ്യമായിട്ട് ലാസ്റ്റ് ഗോൾ ഇട്ടത് ആരാണെന്ന് അറിയോ നിനക്ക്? ചേട്ടാ ഇതൊരു 25 തവണ പറഞ്ഞായിരുന്നു. അതും ഇന്ന് തന്നെ. എനിക്ക് ടോർച്ചർ താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പോകുന്നു. എടാ അനിയ, ഒരു എഗ് പഫ് കഴിച്ചിട്ട് പോ. ഇങ്ങനെയൊന്നും പറയില്ലടാ ഡിഡി, വളരെ മോശം. ചേരനണ്ണാ. ഇപ്രാവശ്യം നമ്മൾ തന്നെയാണ് മാച്ച് ജയിച്ചത്. ജയിക്കുന്നൊന്നും വലിയ കാര്യമല്ലല്ലോ. പക്ഷേ നീ പുറത്തേക്ക് എവിടെ പോവാണെന്ന് അറിഞ്ഞു? ഇടാം ഞാൻ പോകുന്നത് ബാംഗ്ലൂരാ. ബാംഗ്ലൂർ ആണെങ്കിലും പുറത്ത് തന്നെ അല്ലടാ. എപ്പോഴാ ചേട്ടാ ജോയിൻ ചെയ്യുന്നത്? ഇനി ഒരു 3 ദിവസം കൂടി ഉണ്ട്. നിങ്ങളുടെ കൂടെ അടിച്ചു പൊളിച്ചിട്ട് പോകുന്നു വിചാരിച്ചു. അതിനെന്താ? നമ്മുടെ ലഡു ഇവിടെ. ബ്രോ ഇങ്ങോട്ട് മാറ്. എന്താടാ ഇവനെന്താ ചെയ്യുന്നത്? സൂയിസൈഡ് ചെയ്യാൻ പോണേടാ. സൂയിസൈഡോ? എടാ ഇവനെന്താ പറ്റിയേ? അത് പ്രത്യേകിച്ച് ഒന്നുമില്ലടാ. ഏതോ പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് കാണും. അവൾ മൈൻഡ് ചെയ്ത് കാണില്ല. എടാ ലഡു, ഒരു പെണ്ണിന് വേണ്ടി ചാവാൻ പോവേണോ? എടാ ഒരു പെണ്ണ് പോയാൽ മറ്റൊരു പെണ്ണ് അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞേ? ഒരു പെണ്ണല്ലെങ്കിൽ വേറൊരു പെണ്ണെന്നോ? എടാ ലഡു, ചേട്ടൻ എന്തോ അറിയാതെ പറഞ്ഞു പോയതാവും. സ്റ്റോപ്പ് ഇറ്റ്. ഒരുപാട് ആഗ്രഹങ്ങൾ വേണ്ട ഞാൻ ഈ കോളേജിൽ കാലുകുത്തിയത്. ആദ്യമേ എനിക്ക് തോന്നിയതാ ഇവിടെ എന്താ കുഴപ്പമുണ്ടെന്ന്. ഈ DD ഉണ്ടല്ലോ, ഈ സീൽ പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്തു. എന്താണത്? ബോയ്സ് കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത്. പെണ്ണുങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് അറിയില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നും എനിക്കറിയില്ല. അപ്പൊ ഇവൻ പറഞ്ഞ എന്താണെന്ന് അറിയോ? നീ അതൊക്കെ വിട്, നിന്റെ കോൺടാക്ട് ലിസ്റ്റുള്ള പെമ്പിള്ളേരൊക്കെ വിളിച്ച് നീ സംസാരിക്കുന്നു. ഞാൻ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി. അറിയാവുന്ന പെമ്പിള്ളേരുടെ ബ്ലോക്ക് ചെയ്ത നമ്പർ ആയിരുന്നു കൂടുതലും. ഞാനൊന്നും വളരെയായിട്ട് സംസാരിച്ചിട്ടില്ല. ഹായ് ഹലോ ബ്ലോക്ക്ഡ്. ഞാൻ വിചാരിച്ച എന്റെ ഫേസ് കണ്ടിട്ടാണെന്ന് DP മാറ്റിയിട്ട് ഒരു ഹീറോയുടെ ഫോട്ടോ അങ്ങ് വെച്ചു. സ്റ്റിൽ ബ്ലോക്ക്ഡ്. അപ്പൊ ഇവരുണ്ടല്ലോ, ടിൻഡർ ദി 8th വണ്ടർ എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്തു. അയ്യപ്പ സ്വാമിയാണ് സത്യം. ഞാൻ മുകളിൽ ഫോട്ടോയും നോക്കിയില്ല, താഴെ ബയോയും നോക്കിയില്ല, സ്വൈപ്പ് ചെയ്തോണ്ടേയിരുന്നു. 3 IPL കഴിഞ്ഞു. എനിക്ക് ഒരു മാച്ച് പോലും കളിക്കാൻ പറ്റിയില്ല ഇതുവരെ. ഈ പെമ്പിള്ളേരൊക്കെ എവിടെ കളിയാ? ഒരു കാരണവശാലും ഒന്നും നടക്കില്ലെന്ന് ബോധ്യമായപ്പോ ഞാൻ പോയി ഒരു ജോത്സ്യനെ കണ്ടിട്ട് ദക്ഷിണ കൊടുത്തിട്ട് ചോദിച്ചു, സ്വാമി എനിക്ക് ഈ ജന്മത്തിൽ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടുമോന്ന്. അപ്പൊ ആ ജോത്സ്യം പറഞ്ഞ എന്താണെന്ന് അറിയോ? നിന്റെ കൈരേഖയൊക്കെ എപ്പോഴേ മാഞ്ഞു പോയിരിക്കുന്നു. ചേട്ടാ സിംഗിൾ ആയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്, സിംഗിൾ ആയിട്ട് തന്നെ അങ്ങ് പൊയ്ക്കോളാം. ഞാൻ പോവാ. എടാ ആരെങ്കിലും അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേ സാർ. ഐ വിൽ ബി ദേർ സാർ. ഓഫീസിൽ ഓരോ കാര്യങ്ങൾ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടിരിക്കുക മനുഷ്യനെ. അതൊക്കെ വിട് ചേട്ടാ. കൂടുതൽ എന്ത് ചെയ്യാനാ? ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ട് ജയിലിൽ അടയ്ക്കുമായിരിക്കും. അവരെന്തിനാ എന്നെ ജയിലിലാക്കുന്നേ? നീ പോയേ പ്ലീസ്. എടാ അവന്റെ പകുതി രക്തം വരുന്നില്ല. എടാ അവന്റെ പകുതി രക്തം വരുന്നു. എടാ ബ്ലഡ് വരുന്നു. ശങ്കർ, അവനെ വേഗം ഒന്ന് കൊണ്ടുപോടാ. അവനെന്താ പറ്റിയേ? ഞാൻ അവരോട് പറഞ്ഞതാ നമ്മുടെ കയ്യിൽ ഓപ്പൺ ഉണ്ട്. അതൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്താ പല്ലങ്ങ് പോയി. ഇതെന്ത് പരിപാടിയാടേ? അവനറിഞ്ഞ് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എന്താണത്? അവിടെ ഒരുത്തൻ ചോര ഒളിപ്പിച്ചോണ്ടിരിക്കുന്നു, നിങ്ങളുടെ പാട്ട് മാറ്റി കളിച്ചോണ്ടിരിക്കുകയാണോ? ഹലോ ഹലോ ഹലോ, ഏത് സോപ്പാ? എന്തുവാടാ? ദാ വരുന്നു. എടാ 3 വർഷമാകുന്നു, ഇതുവരെ നിനക്കുള്ള വിടാറായില്ലേ? എങ്ങനെയാടാ വിടാൻ പറ്റുന്നേ? ലവ് അല്ലേ ബ്രോ? വലിയൊരു പ്രേമം. അവൾ ഇവനായിട്ട് വട്ട് കളിപ്പിച്ചോണ്ടേ ഇരിക്കുക. അവൾ ഇവനെ മണ്ടനാക്കാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അവള് കുറച്ച് പെശക ഇവന്റെ ഗേൾഫ്രണ്ടിനെ പോലെ. എന്തിനാടാ അവളെ പറയുന്നേ? ഇവന്മാർ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ ഒന്നും പറയുന്നില്ലല്ലോ, എന്തെങ്കിലും പറയുന്നേ? അത് ഞാനിപ്പോ എങ്ങനെയാ പറയാ ചേട്ടാ, ഞാൻ ജില്ലാ പരിഷത്ത് ഹൈസ്കൂളിലാണ് പഠിച്ചത്, മലയാളം മീഡിയം. അങ്ങനെ പഠിച്ചു വന്ന ഞാൻ ഇപ്പൊ സ്റ്റേജിൽ കയറി എല്ലാവരുടെ മുന്നിൽ വെച്ച് വെൽക്കം ടു റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്, വി ആർ ഗ്ലാഡ് ടു ഹാവ് യു ഓൾ ഓൺ ബോർഡ് എന്നൊക്കെ പറഞ്ഞത്. വേർഡ് ഫോർ എ ഡേ. അങ്ങനെ ഫോണിൽ കൂടി അവൾ എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തന്നു. പിന്നെ 3rd ഇയർ കഴിഞ്ഞ് 6th സെമസ്റ്റർ, അതിൽ 16 പേപ്പേഴ്സ് ഞാൻ സപ്ലൈ അടിച്ചത്. അപ്പൊ ഒരു ദിവസം അവൾ എന്നെ വിളിച്ചിട്ട്, ഹലോ DD, നിനക്കിങ്ങനെ ബാക്ക്ലോഗ്സ് ഇരുന്ന അങ്കിളിന്റെ അവസ്ഥ എന്താവും?
അങ്കിളിന് ഫീൽ ആവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക് ബ്രോ. എന്റെ ഡാഡി മിസ്റ്റർ മദൻ മോഹൻ റാവു, ഷീ കോൾഡ് ഹിം അങ്കിൾ. അങ്കിളിന് ഫീൽ ആവും, അതുകൊണ്ട് നീ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഞാൻ 16 പേപ്പേഴ്സ് രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ച് ക്ലിയർ ചെയ്തു. അവളൊരു ഫേക്ക് ആയിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്യോ ബ്രോ? ശരി, അതൊക്കെ വിട്. നിങ്ങൾക്കറിയോ ഞാൻ അവളെ എന്തുകൊണ്ടാ ഇഷ്ടപ്പെടുന്നതെന്ന്? ഐ ലൈക്ക് ദ വേ ഷി ലൈക്സ് മീ ഡാ. വെനില ലൈക്സ് ഡിഡി. ഡിഡി പറയൂ ബ്രോ. സോറിടാ, ഞാൻ ചുമ്മാ അറിയാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞതാ. നിനക്ക് എന്റെ സ്നേഹത്തിന്റെ ആഴം അറിയത്തുണ്ടല്ലേ? അളിയാ സോറി അളിയാ, ഇത്രയും കാലം നീ ഫോണില് വേറെന്തോ. എന്റെ ബ്രോ, നിനക്കറിയില്ല ഞാൻ വെർജിൻ ആണെന്ന്. അതൊക്കെ വിട്ടുകളാ. എനിക്കിന്ന് രാത്രി തന്നെ ആ പെണ്ണെ കാണണം, അത്രേ ഉള്ളൂ. എങ്ങനെയാ ബ്രോ? അതൊക്കെ ഉണ്ട് അളിയാ, ഒരു പ്ലാൻ ഉണ്ട്, ക്രേസി പ്ലാൻ. എടാ നീ എന്തിനുള്ള പുറപ്പാടാ? ലേഡീസ് ഹോസ്റ്റൽ? ലേഡീസ് ഹോസ്റ്റൽ എന്തിനു പോയത്? നമ്മുടെ ഫ്രണ്ട് അവൾക്കൊരു സ്റ്റുപ്പിഡ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. യെസ്, ആ ഗിഫ്റ്റ് കണ്ടെത്തിയ അവളെ കണ്ടുപിടിക്കാം. 3 പേര് അങ്ങോട്ട് പോകും, 3 പേര് ഇങ്ങോട്ടും. ഹായ്. ഹായ്, വെനില കഴിച്ചോ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഡിഡി, നീ എന്താണ് ചെയ്യുന്നേ? ഐ വാണ്ട് വെനില. ഐ നീഡ് വെനില. ഇറങ്ങ് പോവാൻ. ഓ മൈ ഗോഡ്, മൊത്തം ഇരുട്ടാണല്ലോ. ഹായ്. ഹായ്. Hi, how are you? I'm good. How are I'm you? good. ഏയ്, ആരാ ഇത്? ഇതെന്റെ ഫ്രണ്ടാ. എന്താ? അവള് കുറച്ച് ഷൈയാ. ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ പൊക്കോ. അത് വെണ്ണിലല്ല, ടിടി ഇവിടെ നിന്ന് പെട്ടെന്ന് പൊക്കോ. നോ ടിടി, നോ. വെണ്ണില. സലാം അലൈക്കും. വാലേക്കും അസ്സലാം. ഹേയ് രോഹിത്, എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഒരു നിമിഷം ലൈനിലിരിക്കേ. ഹായ് റോഷൻ, നിന്നോട് സംസാരിച്ചിട്ട് 2 മണിക്കൂറായി. എത്ര മിസ് ചെയ്തെന്നറിയോ? എന്റെ അച്ഛൻ ആണുങ്ങളോട് മിണ്ടരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹായ് ബേബി, എന്റെ അച്ഛന്റെ കോളായിരുന്നു. വലിയ കുടുംബക്കാരി കുലസ്ത്രീ, ഇതാണ് അവളുടെ സ്വഭാവം. അയ്യോ, ഞാൻ തന്നാ മതിയോ? നമ്മൾ മീറ്റ് ചെയ്യുമ്പോ തരാം. നീ എന്തിനാ നിർബന്ധം പിടിക്കുന്നത്? എന്താണോ? ഇവിടുത്തെ പെൺപിള്ളേർക്ക് ഇത്രയും മോശമായിരുന്നോ? നമ്മളൊക്കെ തന്നെ ഭേദം. ഗേൾസ് ഹോസ്റ്റലിൽ നിന്ന് വെല്ലാൻ ആരുമില്ല. ലേഡീസ് ഹോസ്റ്റലിൽ മാത്രമല്ല, നമ്മുടെ കോളേജിലെ തന്നെ ഏറ്റവും വലിയ കാർഡ്സ് കളിക്കാരനാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുത്തനില്ലേ, ആ ലഡു. അവൻ വന്നാ പോലും ഞാൻ തോപ്പിക്കും. ഏയ്, നീ ആരടി? ഖാനോ? ഷേക്ക്. ഓക്കെ. ഇതെന്തൊരു ഷോ ഓഫ് ആടി? ഇത് ഡ്യൂപ്ലിക്കേറ്റ്, റോങ് ഷോ അല്ലേ? ഏയ്, എന്ത് റോങ് ഷോ? ആദ്യമേ കളിക്കാൻ പഠിച്ചിട്ട് അത് കഴിഞ്ഞ് ഇവിടെ എനിക്ക് കളിക്കാൻ അറിയില്ല. നീ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? മുഴുവൻ കോളേജിൽ ഞാനാണ് ടോപ്പ്. മനസ്സിലായോ നിനക്ക്? ഏയ് ഡിഡി, ആ ലഡു എന്താ ചെയ്തോണ്ടിരിക്കുന്നത് നോക്ക്.
തെറ്റിയതല്ലേ, സാറിനോട് സോറി പറ. Sorry, sir. ഡേയ് ഡേയ് അവിടെ നില്ല്, ഇങ്ങ് വാ. ഈസി ആയിട്ട് ഒരു സോറി പറഞ്ഞിട്ട് പോവാണോ? നിക്കവിടെ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ശിക്ഷ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്ത് ചെയ്യാൻ പോണ സാർ? ഞങ്ങളെ കൊന്നിട്ട് ആരും കാണാതെ ബോഡി മറയ്ക്കുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ബോഡി മറയ്ക്കാനോ? ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എടാ അത് ഇതിന് പോലീസൊന്നും അല്ലല്ലോ, ജസ്റ്റ് പ്രിൻസിപ്പൾ അല്ലേ. ജസ്റ്റ് പ്രിൻസിപ്പാളോ? ഡേയ് ഇവന്മാര് സാധാരണക്കാരന്മാരല്ല. അതാണ് നിങ്ങളുടെ പേരൻസിനോട് വരാൻ പറഞ്ഞത്. പേരൻസ് ശരി ശരി അച്ഛാ, അവനെ കൊന്നുകളയോ നിങ്ങൾ? അങ്ങനെ അല്ല മോനെ, ഇവൻ കാരണം ഞാൻ എല്ലാ പട്ടികളുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥയാ. എന്നാണോ സാർ ഇദ്ദേഹത്തെയാണോ പറഞ്ഞത്? അയ്യോ സാറിനെ അല്ല, സാറിനെ ഞാൻ പട്ടിയെന്ന് വിളിക്കും. എന്നെ അല്ല. സാർ എന്റെ മോൻ നല്ല പയ്യനായിരുന്നു. ദാ ഇവനാ എന്റെ മോനെ നശിപ്പിച്ചേ. സാർ ഇവന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു മാല വാങ്ങി കൊടുത്തു സാർ. ഇവനത് വെള്ളം അടിക്കാൻ വേണ്ടി അതിന്റെ ഓരോ കണ്ണിയായിട്ട് ഇളക്കിയെടുത്തു. നോക്കണം സാർ, ഇപ്പൊ മാല വിരളില്ല. അങ്കിൾ, ഇവനാണ് എന്നെ ചീത്തയാക്കുന്നത്. ഞാൻ നല്ല ഡീസന്റ് ഫാമിലി ഉള്ളതാണ് സാർ. ഓ ഡീസന്റ് ഫാമിലി. നിന്റെ അച്ഛൻ എന്താടാ ചെയ്യുന്നേ? കള്ളച്ചാരായം മാറ്റാണ് സാറേ. ചാരായം മാറ്റോ? അപ്പൊ നിന്റെ അമ്മ ഹോം മേക്കർ ആണ് അങ്കിൾ. ഹൗസ് വൈഫ് ആണെന്ന്. വീട്ടിലമ്മ കഞ്ചാവ് വിൽക്കുന്നുണ്ട്. കഞ്ചാവോ? കഞ്ചാവാച്ചാ. ഏയ് കുറെ ആയല്ലോ, വന്നെന്ന് പോലെ കോവില് മണി അടിക്കുമ്പോൾ അടിക്കാണല്ലോ. ഡേയ് പറഞ്ഞു വിടാ. ശരി, ഞാൻ ഇവനെ ഇനി അടിക്കുന്നില്ല. നിങ്ങൾ അവനെടുത്തോ, നിങ്ങൾ അവനെടുത്തോ. അയാൾ എന്തിനാ നോക്കുന്നേ? ഒന്നും പറയണ്ട, നിങ്ങൾ അവനെടുത്തോ. പോയി വിളിച്ചോണ്ട് വേണം അയാളെ. ഡേയ് അയാള് നിന്റെ അച്ഛൻ തന്നെയാണോടാ? അതെ സർ. അല്ല അയാളങ്ങ് ഇറങ്ങിപ്പോയി. 11:30 സർ ലാസ്റ്റ് ബസ്. സോറി ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ കോളേജിന്റെ ആനുവൽ ഡേ വരാൻ പോവാ. അത് ഫെസ്റ്റാ. കോളേജ് ഫെസ്റ്റ് നടക്കാൻ പോകുന്നു. ഏത് കമ്മിറ്റി ആർക്കൊക്കെ കൊടുക്കണം അതേക്കുറിച്ച് രാത്രി മുഴുവൻ ഞാനും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റും കൂടി ഗഹനമായിരുന്നു ചിന്തിക്കായിരുന്നു. ആ പ്രോസസ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിയെടുത്തു. ഫൈനലി ഞങ്ങൾ വിജയം കണ്ടു. 2 ഫുള്ളല്ലേ? ആരാടാ പറഞ്ഞത്? അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ സ്റ്റോറി ഇട്ടിരുന്നു. അതെടാ കുടിച്ചു. നൈറ്റ് ആൽക്കഹോളിക്, മോർണിംഗ് വർക്കഹോളിക്. അതിനെന്താ ഇപ്പോ? നമ്മുടെ ഡെഡിക്കേഷൻ ഇവർ ചോദിച്ചു. മതി. ഇനി കമ്മിറ്റിയിൽ തിരിച്ചു വരാം. ആദിത്യ ആൻഡ് അനുരാഗ്, നിങ്ങൾ ടീച്ചേഴ്സിന്റെ പിള്ളേരായതുകൊണ്ട് ഇൻവിറ്റേഷൻ കമ്മിറ്റി ടീച്ചേഴ്സ് പപ്പറ്റ്സ്. മനോജ് ലഡു ബ്രോ, നിങ്ങൾ കൾച്ചറൽ കമ്മിറ്റിയാ. നല്ല പൊളിയായ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം. ഓക്കെ. മൈ 2 ബ്യൂട്ടിഫുൾ റോസസ് റിസപ്ഷൻ ബാച്ച്. റോസ് ഫ്ലവർ, റോസ് വാട്ടർ. ഓക്കെ, താങ്ക് യു. മൈ ട്രഷേഴ്സ്. ഒന്ന് സൈഡ് താടോ. ജെനി ആൻഡ് അശോക്, മൈ ട്രഷറി കമ്മിറ്റി. ബ്രോ, JC കോളേജിൽ നമ്മുടെ കോളേജിന് ഒരു ദിവസം ഫെസ്റ്റ് നടക്കാൻ പോകുന്നത്. അവരുടെ കോളേജിനാണെങ്കിൽ ഫണ്ട് ഉണ്ട്, നമ്മുടെ കോളേജിന് ഫണ്ടില്ല. എന്തിനാ സാർ 2 കോളേജിൽ ഒരു ദിവസം ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചാലും കാശില്ല സാർ. കാശില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഫംഗ്ഷൻ നടക്കാം? സ്പോൺസേഴ്സിനെ കണ്ടെത്തൂ. നമ്മുടെ CSC ശ്രീനു കമ്പനികളുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നിങ്ങൾ അത് എടുത്തോണ്ട് പോയി സ്പോൺസേഴ്സിനെ പിടിക്കണം. രണ്ടുപേരും ഓക്കെ അല്ല? ഞങ്ങൾ നോക്കിക്കോളാം, നീ ആദ്യം പോവാൻ നോക്ക്. ഞാൻ പോയേക്കാം. ഓക്കെ ബ്രോ. ലഡു ബ്രോ, ലിസ്റ്റ് എടുത്തിട്ട് വേഗം വാ. ബോയ്സ് ആൻഡ് ഗേൾസ് വേഗം പണി തുടങ്ങിക്കോ. ശ്രുതി. ഹേയ് മനോജ്. ഡാ മനോജ്, എന്ത് പറ്റി? നീ ജീവനോടെ തന്നെ ഉണ്ടോ? എന്റെ കോളിനും മെസ്സേജിനും ഒരു റിപ്ലൈ പോലും ഇല്ലല്ലോ. നീ എന്താ ഇവിടെ? സിന്ധുവിന്റെ കല്യാണമായല്ലേ? നീ എന്താ ലേറ്റ്? നിനക്ക് ചെക്കനൊന്നും കിട്ടിയില്ലേ? അത് വിട്, നിന്റെ ചേച്ചി നിന്റെ അത്ര പോരാ. നിനക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലോടാ. മാം, യുവർ ഓർഡർ പ്ലീസ്. ഐ വിൽ ഹാവ് വൺ കഫേ ലാറ്റെ with extra strong 2 sunsets of brown sugar. മാഡത്തിന് അധികം ചൂട് ഇഷ്ടമല്ല. ഗെറ്റ് ഇറ്റ്? ലുക്ക് വാം. ലുക്ക് വാം അല്ലേ സർ? ലുക്ക് വാം. am I right ശ്രുതി? ഇല്ലടാ, ഐ സ്റ്റോപ്പ് ഡ്രിങ്കിങ് കഫേ ലാറ്റെ. ഇപ്പൊ ഞാൻ ബ്ലാക്ക് കോഫി കുടിക്കാറ്. Black coffee. It's a good choice. ബ്ലാക്ക് കോഫി. എനിക്കൊരു മസാല ചായ. It's a good choice.
ടേസ്റ്റ് മാറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കഴിക്കുമോനെ? ഉം. എന്തു പറ്റി? ഒന്നുമില്ല. അമ്മയെ ഓർമ്മ വന്നു. ഐ എം സോ സോറി. ആന്റിക്ക് എന്റെ അമ്മയ്ക്കൊന്നുമില്ല. കാക്കനാട് തന്നെയുണ്ട്. അതായത് ഇത്രയും ഡിസ്റ്റൻസ് ഇല്ലേ? അമ്മയെ വെച്ചിട്ട് തമാശ പറയുന്നത്? നോ 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 നോ. അവിടെ ഇരിക്കുന്ന അമ്മയെ കണ്ടോ? ആ, ഈ ലോകത്ത് അമ്മയുടെ സ്നേഹം പോലെ വേറൊന്നുമില്ല. അവന്റെ ചുണ്ടിലിരുന്ന ചെറിയ ഉറുമ്പിനെ പോലും ആ അമ്മ കടിക്കാതെ നോക്കുന്നുണ്ടല്ലേ? ഇത്രയും വലുതായിട്ട് നിനക്ക് കഴിക്കാൻ അറിയില്ലേ? കഴിക്കണം അങ്ങോട്ട്. കഴിക്കാൻ എല്ലാം ആക്കി വെച്ച് ഇതെന്താ ഇത്? കഴിക്കണം മര്യാദയ്ക്ക്. അമ്മ പറഞ്ഞത് ശരിയാമേ. വിധി നമ്മളെ വീണ്ടും ഒന്നിപ്പിച്ചു. ഐ ലവ് യു അമ്മ. ഐ ലവ് യു. ഓക്കെ, കഴിച്ചോ. എടാ ബ്രോ, നമ്മുടെ മനോജ് ഏതോ ഒരു പെണ്ണുമായിട്ട് കുരുത്തെന്നാ തോന്നുന്നത്. പക്ഷെ ഇവൻ ഭയങ്കര സെൻസിറ്റീവാ. എന്താന്ന് വെച്ചാൽ അമ്മയുടെ ചെല്ല കുട്ടിയായി. നിങ്ങളുടെ അമ്മയെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ടോ? എന്റെ അമ്മ എങ്ങനെ വിളിക്കാറില്ല. നോ 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 നോ, എടുക്ക ഫോൺ എടുക്ക. അമ്മ ഇപ്പൊ തന്നെ എടുക്ക. എന്റെ അമ്മ ഫോണൊന്നും എടുക്കില്ല. ഫോൺ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഹേർട്ട് ആവും. വേഗം ഫോൺ എടുക്ക. എന്റെ അമ്മ ഈ സമയത്ത് ഫോണൊന്നും എടുക്കില്ല. സ്പീക്കർ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സ്നേഹം എന്താണെന്നും ഇപ്പൊ കാണാം നമുക്ക്. സ്പീക്കർ. അമ്മ ഫോൺ എടുക്കില്ല ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ. അമ്മേ പറയടാ. ഹലോ അമ്മേ. ഹലോ ലഡു, നീ കേൾക്കുന്നുണ്ടോ? ഐ ലവ് യു അമ്മേ. വീണ്ടും എന്ത് തെണ്ടിത്തരവാടാ നീ കാണിച്ചത്? ഞാനൊന്നും ചെയ്തില്ല അമ്മേ. എന്താ ഒന്നും ചെയ്തില്ലെന്നോ? നിനക്ക് 20 വയസ്സായി. ഇപ്പൊ നീ എനിക്ക് ഐ ലവ് യു പറയുന്നുണ്ടെങ്കിൽ നീ എന്തോ തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ട്. ഓ അമ്മേ, ഒരു 2 മിനിറ്റ് പോലും അച്ഛൻ അമ്മയുടെ മര്യാദ സംസാരിക്കില്ലേ? എന്തൊരു കഷ്ടം. അയ്യോ അത് അമ്മേ, അയ്യോ കൊടുക്കല്ലേ അമ്മേ, വേണ്ട അമ്മേ, അയ്യോ അമ്മേ, അയ്യോ കൊടുക്കല്ലേ അമ്മേ, ഞാൻ പറഞ്ഞില്ല. എടാ നിനക്കൊരു അമ്മയുണ്ടല്ലോ, നിന്റെ കയ്യിൽ ഫോണും ഉണ്ട്. നീ എന്തിനാടാ എന്നെ ഉപദ്രവിക്കുന്നേ? അത് പിന്നെ ബ്രോ, സ്റ്റാറ്റിസ്റ്റിക്കലി വില്ലേജ് മോംസ് ആർ വെരി ഡേഞ്ചറസ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ അമ്മയെ വിളിക്കാതിരുന്നത്. എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. നീ ഫോൺ വെച്ചിട്ട് പോ. എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? നീ ഒന്ന് ചുമ്മാരിക്കേ. അവനല്ലേ അവനൊരു പെണ്ണിനെ ഗർഭിണിയാക്കിയത്. എന്താ പ്രശ്നം? എനിക്ക് ഫിസിക്സ് സാറിന് ഇഷ്ടമാണ്. നിങ്ങളുടെ ഭർത്താവിന് സമ്മതിക്കൂ? സാർ എങ്ങനെയെങ്കിലും അയാളോടൊന്ന് ഞാൻ സംസാരിക്കണം. എന്ത് പറയണം? അതായത് ഫിസിക്സ് സാറിനും മാത്സ് ടീച്ചറിനും കെമിസ്ട്രി വർക്കൗട്ട് ആയിരുന്നോ? അങ്ങനെ ഞാൻ അവരുടെ ഭർത്താവിനോട് പറഞ്ഞ് ഞാൻ ബ്രോക്കർ ആവണമെന്നോ? അടിച്ച് പിരുത്തുകളായി ഞാൻ. ഒന്നാമതേ സ്റ്റുഡൻസിനെ കൊണ്ട് തലവേദന. ഇപ്പൊ നിങ്ങളും തുടങ്ങിയിരിക്കുന്നു. സ്റ്റുഡൻസ് വരുന്നുണ്ട്. വൈകുന്നേരം സ്റ്റാഫ് റൂമിൽ വെച്ച് സംസാരിക്കാം. പോ. ഈ വയസ്സന്മാർക്കൊന്നും സ്നേഹത്തിന്റെ വില അറിഞ്ഞൂടാതെ വരൂടാളെ. ഇവര് ഒളിച്ചോടിയാൽ കുട്ടികൾക്കാര് ക്ലാസ് എടുക്കും. സർ, എനിക്കൊരു ഐഡിയ ഉണ്ട് സർ. അത് നന്നായി. അതിന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ സർ. അതും നന്നായി. ഇനി പറ. സ്പോൺസേഴ്സിനെ തന്നെ നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചാലോ? സർ, സ്പോൺസർ ആരാ? എന്തുവാടാ ചീറ്റ് ചെയ്യുന്നേ? ഇതെങ്ങനെയാണ് ചീറ്റിംഗ് ആവുന്നത്? നീയൊക്കെ ഒറ്റയ്ക്ക് കളിച്ചാ 2 പോയിന്റ് ഞങ്ങൾ ജയിച്ചേനെ. നീ പോടാ, നിന്റെ പണി നോക്കി. ഇനി ഞാൻ ഇവന്മാരോട് കളിക്കുന്നു. ഏയ് ജെനി, പ്രൈസ് ദി ലോർഡ്. മിസ്റ്റർ അശോക് കുമാർ, 23rd നടക്കാൻ പോകുന്ന കോളേജ് ആനുവൽ ഡേക്ക് നിങ്ങളെ ചീഫ് ഗസ്റ്റ് ക്ഷണിച്ചിരിക്കുന്നു. അശോക്, സ്പോൺസേഴ്സിന്റെ മീറ്റിംഗിന് ടൈമായി. വാ പോവാം. പുതിയ പടം റിലീസ് ആയിട്ടുണ്ട്. വാ പോവാം. പടം? സ്പോൺസേഴ്സിന്റെ മീറ്റിംഗിനോ? ജെനി, ഒരു ഗെയിം കൂടെ കളിച്ചിട്ടേ. ഞങ്ങൾക്ക് 40 lakhs ഡൊണേഷൻ ആയിട്ട് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഹല്ലേലൂയ ജെനി, ഹല്ലേലൂയ. നീ എന്തൊക്കെ ജെനി പറയുന്നത്? അതൊക്കെ നേരത്തെ സ്പോൺസേഴ്സ് വന്ന സിംഗിൾ പേയ്മെന്റ് ആയി 40 lakhs തന്നു കഴിഞ്ഞു. ഇവൻ എവിടെ തരുമെന്നാ? എന്തോ കൺഫ്യൂസ് ആയതുപോലെ. 40 lakhs? സ്പോൺസർ വന്നിട്ട് വലിയൊരു ഫാമിലിയിലാ. ഒരുപാട് കമ്പനീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാ. അയാളുടെ ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. അത് തന്നെ. അശോക് ഇൻഡസ്ട്രീസ്, അശോക് ഫാർമസ്യൂട്ടിക്കൽസ്, അശോക് എസ്റ്റേറ്റ്സ്. അശോക്, അവന്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും അവൻ എന്നോട് പറയും. അവൻ എന്റെ ഫ്ലാറ്റ്മേറ്റ് ആണ്. അശോക്, കുറച്ച് വ്യക്തമായിട്ട് പറയൂ. എടാ, അതവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ? അവൻ മുട്ടയെടുത്തിട്ട് എഗ് വൈറ്റ് മാത്രം കഴിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായതാ അവൻ റിച്ച് ആണെന്ന്. ഇങ്ങോട്ട് പറയേ. അവനും അവന്റെ ഒരു മുട്ടക്കഥയും. എന്താടാ നിനക്കൊന്നും പറയാൻ? ഞാൻ എന്ത് പറയണം ഡീഡി? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അച്ഛനും അമ്മയും എല്ലാം ഞാൻ കാരണം. അതിനുശേഷം ആരെന്റെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും അതെന്റെ പേരിലുള്ള കുടുംബ പേര് കണ്ടിട്ടും അല്ലെങ്കിൽ എന്റെ പേരുള്ള സ്വത്ത് കണ്ടിട്ടും ആയിരിക്കും. എല്ലാരും ഇങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു ദിവസം ദൈവം. അല്ല ബ്രോ, അത്രയും ദൂരത്തിന് ബോൾ ബാസ്കറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഇഷ്ടത്തോടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ഇവൻ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കി തന്നു. എനിക്ക് അവൻ ബീർ വാങ്ങിച്ചതാ. എടാ, അവന്റെ കയ്യിൽ അത്രയും കാശൊന്നും ഉണ്ടാവില്ല. അവനൊരു ഓർഫൺ അല്ലേ.
അവനോട് കാശൊന്നും ചോദിക്കണ്ട. എടാ വാ, എന്റെ ഉണ്ട്. പാർട്ടി അടിച്ചു പൊളിക്കണം. പൊളിക്കും നമ്മള്. ഞാൻ വെള്ളം അടിച്ച് ഫിറ്റ് ആയിരിക്കുമ്പോഴൊക്കെ അവരെന്നെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കുമായിരുന്നു. വേണ്ടടാ. വെള്ളടിച്ചതിന് ശേഷം തൈര് സാധനം കഴിച്ചാലേ വളരെ നല്ലതാ. എന്നതാ എന്റെ ചക്കര മതി. മതിയല്ലോ. മതി. ജെനിയെ പരിചയപ്പെട്ട ദിവസം അവളൊരു കാര്യം പറഞ്ഞു ഡേഡി. ഇനി മുതൽ ഈ കോളേജാ നമ്മുടെ വീട്, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും നമ്മുടെ ഫാമിലി. ഭാഗ്യം കൊണ്ട് എനിക്ക് നിങ്ങളെ പോലെയുള്ളവരെ കിട്ടിയത്. ഞാൻ ആരാണെന്ന് പറയേണ്ട ആവശ്യം പോലും വന്നില്ല. അശോക്, 8340. എന്താടാ അത്? നിന്റെ കയ്യിൽ 5ന്റെ കാശിലാന്ന് കരുതി ഞാൻ നിനക്ക് വാങ്ങി തന്ന ബിയറിന്റെ കാശാടാ. വേഗം എടുക്ക്. ഒരൊറ്റ പൈസ തരില്ല. എന്താടാ ഇതൊക്കെ? ജെനി, തന്നോളും. ജെനി, ഇപ്പൊ എന്താ പ്രശ്നം? എന്തിനാ ഇങ്ങനെ ഓവറാവുന്നേ? ഓ, ഞാനാണോ ഓവറാവുന്നേ? നിനക്ക് എന്റെ അമ്മയെ അറിയാം, എന്റെ അച്ഛനെ അറിയാം, എന്റെ അനിയനെ അറിയാം, അവന് ഇഷ്ടമുള്ള ഐസ്ക്രീം അറിയാം. പക്ഷെ എനിക്ക് നിന്നെ അറിയില്ല. ഞാനും ബാക്കിയുള്ളവരെ പോലെയാണോ? അങ്ങനല്ല ജെനി. ഇറ്റ്സ് നോട്ട് ഓക്കേ. നിനക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? മനോജ് 3 വർഷമായിട്ട് ഒരു പെണ്ണിനെ പോലും നോക്കിയിട്ടില്ല. നിന്നെ അവന് എത്രമാത്രം ഇഷ്ടമുള്ളോണ്ടാ അത്രയും നിന്നെ മിസ് ചെയ്തത്. നിന്റെ എന്നായാലും ബന്ധുവാവേണ്ടതല്ലേ, ഒന്ന് സംസാരിച്ചു കളയാം. ഹലോ. അതൊക്കെ പോട്ടെ, ഞാൻ പറയുന്ന കേക്ക്. നാളെ ചെറുക്കന്റെ വീട്ടുകാർ വരുന്നുണ്ട്. ഇത് നിനക്ക് ഇഷ്ടം തന്നെയാണല്ലോ അല്ലേ? ഇനി നാളെ ടെസ്റ്റ് ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ. അച്ഛൻ അല്ലെങ്കിൽ ടെൻഷനില്ല. ശരി, വേഗം വാ. അമ്മ എന്താ വരുന്നു. ഞാൻ അമ്മമാരോട് കളിക്കുന്നൊന്നുമില്ല. ലൈഫിൽ ഒന്നും സ്ഥായിയല്ല. നത്തിങ് ഈസ് പെർമനന്റ്. അങ്ങനെ പറയരുത്, അത് തെറ്റാ. 6th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സുരേഷ് ഗോവയിലേക്ക് പോയി കയ്യിൽ ടാറ്റു അടിച്ചു. അത് ഇപ്പോഴും പെർമനന്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ട്, ഒരു മാറ്റവും ഇല്ലാതെ. അളിയ, നമുക്ക് ഗോവയ്ക്ക് വിട്ടാലോ? നിനക്ക് അല്പമെങ്കിലും ബോധമുണ്ടോ? അവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ നിനക്ക് എങ്ങനെയാണ് ഗോവയിൽ പോണെന്ന് പറയാൻ തോന്നിയ? നമുക്ക് ഗോകർണത്തേക്ക് പോവാം. അവിടെ അമ്മ പാരാഗ്ലൈഡിംഗ് ഉണ്ട്. എന്റെ ഇമോഷൻ ഒരു വിലയില്ലേ? എന്തിനാണ് വാല്യൂ കൊടുക്കുന്നത്? അവളെന്തിനാ US ഇന്ത്യയിലോട്ട് വരുന്നത്? ഇന്ത്യയിൽ വന്നിട്ട് നിന്നെ കാണാൻ നീ കോളേജിൽ വീട്ടിലേക്കെങ്കിലും പോവാടാ. എന്തിനാളിയാ? അവളെ പോയി പ്രപ്പോസ് ചെയ്യടാ. ആദ്യം അവളുടെ അച്ഛനെ കൺവിൻസ് ചെയ്യണം. എല്ലാ പെൺകുട്ടികൾക്കും ധൈര്യമുള്ളവരെ ഇഷ്ടമാടാ. അറിയോ, ഇപ്പൊ അവളുടെ അച്ഛന്റെ കയ്യിൽ ഇവര് ശരിക്കും കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. പ്ലീസ് അച്ഛാ, ഞാൻ പറയുന്നത് മനസ്സിലാക്കി. നീ എന്നെ കൺവിൻസ് ചെയ്യാനൊന്നും നോക്കണ്ട. അത് ജസ്റ്റ് ഒരു പ്രപ്പോസൽ മാത്രമാണ്. അതങ്ങ് വിട്ടേക്കേ. എന്നെ മനസ്സിലാക്കിയതിന് താങ്ക്സ് അച്ഛാ. എനിക്ക് നിന്നെ വിശ്വാസമാണ് മോളെ. നീ കണ്ടുപിടിച്ച പയ്യൻ എന്തുകൊണ്ടും നിനക്ക് യോഗ്യനായിരിക്കും. താങ്ക് യു അച്ഛാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛാ. അതുപോലെ അവന്റെ പേരെന്താ മോളെ? മനോജ്. പേടിക്കേണ്ട ഒരു കാര്യമില്ല സുധി. ഇന്ന് എനിക്ക് സംസാരിക്കണം. നിന്റെ അച്ഛനോട് സംസാരിക്കണം. ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അങ്കിൾ, എനിക്ക് ചെറിയ പേടിയുണ്ട്. നമ്മുടെ കോളേജ് ക്യാൻറ്റീനിൽ ഒരു അടി നടന്നു. എല്ലാവരും ബാറ്റും ഹോക്കി സ്റ്റിക്ക് കൊടുത്തോണ്ട് ഓടി. പക്ഷെ ഞാൻ അടുത്ത കടയിൽ പേന വാങ്ങിക്കാൻ പോയി. പക്ഷെ ഇന്ന് ബൈക്കിൽ 2 ടയർ ഉണ്ടായിട്ടും ഞാൻ ഒരു ടയറിൽ ഇവിടേക്ക് വന്നത്. ബിക്കോസ് ഐ ആം അഡ്വഞ്ചറസ്, ഡേഞ്ചറസ്, ഐ ആം എ ഡെയർഡെവിൽ. അങ്കിൾ, ഇതും ഒരു ഭയമാണ്. ശ്രുതി എന്നെ വിട്ട് പോകുന്നുള്ള ഒരു ഭയം. അങ്കിൾ പേടിക്കണ്ട, പേടിക്കണ്ട. ആന്റി, സോറി അച്ഛാ. ആന്റിയെ കാണാൻ എന്റെ അമ്മയെ പോലെയുണ്ട്. ആന്റിയോട് ഞാൻ എങ്ങനെ കള്ളം പറയാം? എനിക്ക് ഏകദേശം 23 ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ശ്രുതിയാണ് ലാസ്റ്റ്. യെസ്, സത്യമായിട്ട് അവളാണ് ലാസ്റ്റ്. കൺട്രോൾ ചെയ്യ്. സിന്ധു, നിന്റെ അനിയത്തെ ഞാൻ കെട്ടിക്കഴിഞ്ഞ ആ പെണ്ണിന്റെ ജീവിതം നശിക്കുന്ന എന്റെ അച്ഛൻ പറയുന്നത്. അച്ഛൻ പോലും എന്നെ വിശ്വസിക്കാത്തപ്പോ ഈ ശ്രുതി എന്നെ വിശ്വസിച്ചു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രുതിയെ വിശ്വസിച്ചേ. എനിക്ക് അവളെ വിശ്വാസമില്ല അങ്കിൾ. തീരെയില്ല. ഇവനേതാ? എവിടെ നിന്ന് കിട്ടി ഇവനെ? അച്ഛാ, അതെന്താന്ന് വെച്ചാ, എങ്ങനെയാ ഇവനെ നിനക്ക് പ്രേമിക്കാൻ തോന്നിയത്? അല്ല ശ്രുതി, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ?
അച്ഛാ ഇങ്ങനെ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയെങ്കിലും ആളൊരു പാവോ അച്ഛാ. ശ്രുതി അതെ എനിക്ക് ഇഷ്ടമാ. വീട്ടിലും പറഞ്ഞ് ഞാൻ എല്ലാം ഓക്കെ ആക്കിയതാ. അതിന്റെ ഇടയിൽ ഇപ്പൊ ശരിക്കും മനസ്സിലായി ഇവൻ ആരാണെന്ന്. ഇവൻ വേണ്ട, ഇവന്റെ കാര്യം വിട്ടേ. നീ എന്തൊക്കെ പറഞ്ഞാലേ നടക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ അമ്പലത്തിൽ കൊണ്ടുപോവാ. കുട്ടികളെ ഞാൻ വേണമെങ്കിൽ സ്കൂളിൽ ആക്കാം. അങ്കിൾ വാക്കിംഗ് കഴിഞ്ഞ് വരുമ്പോ ചായ ഇട്ട് വയ്ക്കാം. അങ്കിൾ വേണമെങ്കിൽ ഒന്നിച്ചെന്ന് ബിയറും കഴിക്കാം. അങ്കിൾ വേണമെങ്കിൽ അങ്കിൾ കാല് പിടിക്കാം. അങ്കിൾ പറയുന്നത് കേൾക്കാം. സോറി ആന്റി, സോറി അങ്കിൾ, സോറി. ഇവനോടൊന്നും മിണ്ടാതിരിക്കാൻ പറയൂ. രണ്ടടി പുറകിലോട്ട് പോ. കൈ കെട്ടി നിക്ക്. വാ പൊത്ത് നിക്ക്. ഇങ്ങനെ രണ്ടെണ്ണം കൊടുത്താ കൺട്രോൾ ആയിട്ട് നിന്നോളും. അച്ഛനമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. എങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. മോളെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ബന്ധുക്കളോടൊന്നും സംസാരിക്കരുതേ എന്ന് പറയണം. അതൊന്ന് ശ്രദ്ധിക്കണേ. 3 വർഷം സമയം തന്നിരിക്കാളിയാ. ഇതിനാണോ മറക്കാനാണോ ഇങ്ങനെ വെള്ളം ഒടിച്ചോണ്ടിരിക്കാൻ വർത്താനം പറയല്ലേ? വീടാളിയാ, നിന്നെ കൊണ്ടൊരു ചെറിയ തമാശ പോലും സഹിക്കാൻ വയ്യ. അപ്പൊ കല്യാണം കഴിഞ്ഞ് കിട്ടുന്ന ആടി എങ്ങനെ സഹിക്കും? എന്നെ വെച്ച് നീയൊക്കെ തമാശ കളിച്ചോ. തുടങ്ങാ. നമ്മുടെ ഡിഡി എവിടെ? എന്തിനാ എന്നെ നോക്കുന്നേ? ചോദിക്കുന്നതായിട്ടില്ലേ, പറ. ഹലോ വെണ്ണില, ഞാൻ അനുരാഗിന്റെ അച്ഛനാ വിളിക്കുന്നത്. അവനൊന്ന് ഫോൺ കൊടുക്കൂ. ഒരു മിനിറ്റ്. അനുരാഗ്, നിന്റെ അച്ഛനാടാ, സംസാരിക്ക. ഇതുവരെ എന്റെ അടുത്ത് എന്താ നീ പറയായിരുന്നേ? നീ എന്താ ടീം ലീഡറാണോ എല്ലാം അപ്ഡേറ്റ് ചെയ്യാനായിട്ട്? മാഡം പറഞ്ഞ് നടക്കുന്നത് നിങ്ങൾ 3 പേരും അല്ലേ? നീ എന്നെ വിളിച്ചു ചോദിക്കണം നിന്റെ ഫ്രണ്ടിന് എന്ത് പറ്റിയെന്ന്, അല്ല ഞാനല്ല. ശരി, ഇപ്പൊ എന്താ ചെയ്യാ? എടാ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അപമാനിച്ചതോ കളിയാക്കിയതോ ഒന്നും അല്ല. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് അവൻ അവളെ ഓർത്ത് വിഷമിച്ച് നടക്കുക. 4 വർഷങ്ങളായിട്ട്. ഇന്ന് ഒരു ദിവസം കൂടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ബിയർ ചില്ലായിരിക്കുക. തണുപ്പ് പോകുന്നതിന് മുമ്പ് നമുക്ക് കുടിക്കാം. ആരും ഇതേപ്പറ്റി കൂടുതൽ ആലോചിക്കണ്ട. ഈ വിഷയം നമുക്ക് നാളെ സംസാരിക്കാം. എന്നാ തുടങ്ങിയാലോ? അവിടെ നോക്കളിയാ, നമ്മൾ ഇത്രയും പേര് ഇവിടെ നിന്നിട്ടും അവനോട് ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടില്ലേ? ഇപ്പോഴും വെണ്ണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. വെണ്ണിലെ കണ്ടുപിടിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ വാ, കാണിച്ചു തരാം. വാ, നമുക്കൊരു സിഗരറ്റ് വലിച്ചാലോ ഡിഡി? ഒരു മൂടില്ല ബ്രോ. നിന്റെ മുഖം ഇങ്ങനെ വെക്കല്ലേ. കോളേജിൽ നിന്ന് പോകുന്ന ഇഷ്ടമല്ലെന്ന് വിചാരിച്ചു. എന്റെ വെണ്ണില വരുമല്ലെന്നുള്ള ടെൻഷനിലാണ് ഞാനിപ്പോ. എടാ, ഈ കാര്യം കുറച്ചിടത്തേക്ക് നീ ഒന്ന് മാറ്റി വെക്കോ. എടാ, കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ മതി. ഓക്കെ. എടാ, നമ്മുടെ കോളേജിൽ വേറെ എത്രയോ പെൺകുട്ടികളുണ്ട്. ഇവരില് ഈ കുട്ടി വെണ്ണിലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നിനക്ക് എത്ര പേരെ തോന്നിയിട്ടുണ്ട്? എടാ ബ്രോ, നീ എന്തൊക്കെ ചോദിക്കുക? എടാ, നിന്റെ മനസ്സ് ആരെയാണ് അന്വേഷിക്കുന്നത് പറ. ഫോട്ടോ എടുക്കണേ. എത്ര നേരം വെയിറ്റ് ചെയ്യാൻ? ഞാൻ മനുഷ്യനാണോ അത് പട്ടിയാണോ? എത്ര നേരോട്ട് വെയിറ്റ് ചെയ്യാ? ആവശ്യം നിന്റെ ആണോ എന്റെ ആണോ? കാശെടുക്ക. 2 ദിവസം കഴിഞ്ഞാലോ? അയ്യോ, രാധ നിക്ക്. ജില്ലാ പരിഷത്ത് സ്കൂൾ മലയാളം മീഡിയം. അവിടെ നോട്ട്സ് ഒക്കെ എനിക്ക് ആരടി എഴുതി തന്നെ. നിനക്ക് ഇപ്പോഴും ഡിയുടെയും പിയുടെയും വ്യത്യാസം അറിയില്ല? ദാമോദരനെ പാമോദരൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവള് അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാ രാധയ്ക്ക് അതുപോലുള്ള ക്വാളിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നീ രാധയെ പോയി പ്രപ്പോസ് ചെയ്യാൻ നോക്ക്. ഈ വെണ്ണിലേക്ക് ഒരു ഗ്രാഫിക്സ് ആണ്, അതിന്റെ പുറകെ നീ പോകാനൊന്നും വേണ്ട. പോ, നീ ചെന്ന് രാധയെ പ്രപ്പോസ് ചെയ്യാൻ നോക്ക്. അവളെ കണ്ടില്ലേ? അവള് നിനക്ക് വേണ്ടി പറഞ്ഞ പോലെ. എന്തുവാണ് ഇതൊക്കെ? വെണ്ണില വന്നില്ലെങ്കിൽ ഞാൻ വിഷമിക്കുന്നു കരുതി നിങ്ങൾ രണ്ടും കൂടി ഓരോന്ന് ചെയ്തു കൂട്ടുക അല്ലേ? വെണ്ണിലേക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ ഉറപ്പായിട്ടും വരും. അവൾ വരികയും ചെയ്യും, എന്നെ കാണുകയും ചെയ്യും. നിർത്തടാ, മാറ്.
4 വർഷം 4 വർഷമായിട്ട് നീ ഞങ്ങളുടെ ഡിഡിയെ പറ്റിച്ചുകൊണ്ടിരിക്കല്ലേ? വെണ്ണില എവിടെ? വായിൽ തുണി ചുറ്റി വെച്ച് എങ്ങനെയാ മറുപടി പറയാ? ശിവ, ഇത് കത്തി, ഇത് ആസിഡില് മുക്കി കുത്തിയ എന്ത് സംഭവിക്കും? നിന്റെ പൊടലൊക്കെ മൊത്തമായിട്ട് കരിഞ്ഞ് ചാമ്പലായി പോകും. എന്റെ അമ്മ വിൽക്കുന്ന കഞ്ചാവാണ് സത്യം. എന്റെ അച്ഛൻ വിൽക്കുന്ന കള്ളച്ചാരയും സാക്ഷിയാക്കി ഞാൻ പറയും. ഇതോടെ നീ തീർന്ന വായിൽ തുണി കയറ്റി വെച്ചിട്ട് സത്യം പറയാൻ പറഞ്ഞ ഞാൻ എങ്ങനെ പറയടാ? ഡേയ്, എന്തിനാ കത്തി? എന്തിനാ ചുറ്റിയ? ഇവ എന്തിനാ എപ്രണൊക്കെ കെട്ടി ഷെഫിനെ പോലെ നിൽക്കുന്നേ? ഈ മുടിയനാടാ ഇവ എവിടെ വന്നേ? അറിയില്ല, വേറെ വല്ലതും കണ്ടുപിട്ടിതാ ഇനി വിളിച്ചോണ്ട് പോന്നു. ഡേയ്, ഞാൻ മനസ്സ് മാറി വെണ്ണില ആരാണെന്ന് പറയാനാ വന്നത്. എന്താണ് ഇതൊക്കെ? ആരാ വെണ്ണില? എന്താ പറ്റിയ? വെണ്ണിലെ കണ്ടുപിടിച്ചു. ആരാളിയാ? പറയൂ, ഏത് സിനിമ വേണ്ടത്? എയർടെൽ. ഐഡിയ, ഗുഡ് ചോയ്സ്. ജീവിതം തന്നെ മാറും. എനിക്ക് പേടിയാവും. പേടിക്കാൻ നിങ്ങളുടെ ഞാനുണ്ട്. നിങ്ങളാണോ? എടാ ഡിഡി, ഫെയർവെൽ ഡേ ആണ്, എല്ലാരും എൻജോയ് ചെയ്യുന്ന കണ്ടില്ലേ? നമുക്കും അടിച്ചു പൊളിക്കണ്ടേ? എടാ, പാട്ടിന്റെ വോളിയം കൂട്ടാ പറ. ഹാപ്പി ഡേയ്സിലെ പാട്ട്. ഓ മൈ ഫ്രണ്ട്, നിൻ കണ്ണുകളിൽ ഞാൻ. നിങ്ങളാണോന്ന് വന്ന് ഡാൻസ് കളിക്കടാ. നമുക്ക് പിന്നെ സംസാരിക്കാം. പോരെ? നിങ്ങളാണോ അല്ലയോ? എടാ ഡിഡി, നീ ഒന്ന് നടക്ക. നിനക്ക് സത്യം എന്താണെന്നല്ലേ അറിയേണ്ടത്. മനസ്സിലാവും, ഉടനെ അത് മനസ്സിലാവും. നീ അത് മനസ്സിലാക്കും. എടാ മനോജ്, എല്ലാം പറഞ്ഞു കൊടുക്ക്. എല്ലാം ചെയ്ത് പറഞ്ഞു കൊടുക്ക്. എല്ലാം നീയല്ലേ ഒപ്പിച്ചു വെച്ചത്, അപ്പൊ നീയല്ലേ പറയേണ്ടത്. പറ. തേങ്ങടാ പറയേണ്ടത്. നീ ഇങ്ങനൊന്നും പറയലേ അളിയാ. നമ്മൾ രണ്ടുപേരും ചേർന്നില്ലടാ ഇതൊക്കെ ചെയ്തത്. ഞാനൊന്നും ചെയ്തില്ല. ഇവനാണ് 90% ചെയ്തത്. ഞാൻ 10% കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അത്രേ ഉള്ളൂ. നീ ഒരുമാതിരി ഷെയറിനെ പറ്റി ഒന്നും പറയല്ലേ. ഇവൻ വെറുതെ 90-10 പറഞ്ഞു. ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാലേ, അന്ന് നീ ലൈബ്രറിയിൽ സംസാരിച്ചില്ലേ, അപ്പൊ എനിക്ക് ദേഷ്യം വന്നതാ. ഇവൻ ഓരോ ബസ്സിലും കേറി ഇറങ്ങി പെമ്പിളാരെ നോക്കി നോക്കി അവസാനം വട്ടുപിടിക്കും. ഫ്രീ ബട്ട് ബ്രോ. ഒരു പെണ്ണും എന്നെ പ്രേമിക്കാനേ പോകുന്നില്ല. അവന്റെ ലൈഫിൽ ഒരു പെണ്ണ് വന്നാൽ അവന് വിഷമം അറിയോ? നമുക്കൊന്ന് ശ്രമിച്ചാലോ? ഈ ഹാൻഡ് റൈറ്റിംഗിൽ കേർവ്സ് ഉണ്ട്. എന്താണെന്നറിയോ? ഈ പെണ്ണുങ്ങളിലും കേർവ്സ് ഉണ്ടല്ലോ. ഇനി സോളിഡ് ആയിട്ട് എന്തെങ്കിലും വേണോ? ഞാൻ ഫോണിൽ പെണ്ണിന്റെ വോയിസ് ആണ് കേട്ടത്. പിന്നെ എങ്ങനെയാണല്ല AI വോയിസ് പ്രോ എന്നൊരു ആപ്പ് ഉണ്ടല്ലോ. ആര് സംസാരിച്ചാലും ഓതന്റിക് ഫീമെയിൽ വോയിസിൽ കേൾക്കും. ഐഡിയ എന്റേതാ, പക്ഷെ ഐഡിയ സിം കാർഡ് നിന്റെ. ഫസ്റ്റ് ഫോൺ ചെയ്തത് ഇവനാ. നീ ശരിക്കും പെണ്ണ് തന്നെയാണോ? അളിയ പെണ്ണ് തന്നെയാ. അപ്പൊ ഇന്ന് മുതൽ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി. ശരിക്കും പെണ്ണിനെ നിനക്ക് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഡേ ഇവൻ അവിടെ ഉണ്ടായിരുന്നു.
വെണ്ണില ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. ഇവനാണോ നിന്നെ first വെണ്ണില, വിളിച്ചത്? ഇവിടെ എവിടെയോ ഉണ്ട്. വെണ്ണില പ്ലീസ് കം ഔട്ട്. വരൂലെന്ന്. അതൊരു സാങ്കല്പിക മാത്രമായിരുന്നു. അപ്പൊ അളിയ, എനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് ആരാടാ ഫോണിൽ കൂടി വിളിച്ചു പറഞ്ഞത്? അത് ഞാനായിരുന്നു ഡിഡി. നിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇഷ്ടമാണെന്ന്. ഡീഡി, നിന്റെ കെയറിങ് എനിക്ക് വളരെ ഇഷ്ടമാടാ. ശരിക്കും നിന്റെ കെയറിങ് എനിക്ക് ഇഷ്ടമാടാ. സത്യം. വേർഡ് ഫോർ എ ഡേ. ഇന്ന് മുതല് ഡെയിലി നീ ഒരു ഇംഗ്ലീഷ് പഠിച്ചു പഠിക്കണം. അവൾ എന്നെ ഫോണിൽ കൂടി ഡെയിലി ഇംഗ്ലീഷ് പഠിപ്പിക്കോടാ. ഐ ആം ഫീലിംഗ് മെലാങ്കോളിക്. അന്ന് പറഞ്ഞു ഇവൻ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞു കൊടുക്കരുത്. ഇത് ഭയങ്കര എക്സ്ട്രീം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. എടാ മനോജ്, ഇവന്മാരെന്നെ കളിയാക്കാടാ. ആലോചിക്കുമ്പോഴേക്ക് പേടിയാവുന്നു. നാളെ ഫേസ് ചെയ്യുമെന്ന് എന്നെ കാണുമ്പോ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനുശേഷമുള്ള 3 വർഷം എനിക്ക് ഫേസ് ചെയ്യാൻ പോലും കഴിയില്ലടാ. സോറി ഡി. അതിനുശേഷം നീ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയാൽ പോലും നീ വാനില ഐസ്ക്രീം മാത്രമേ കഴിക്കാറുള്ളൂ ഡിഡി. ബിക്കോസ് വെണ്ണില വെണ്ണില ലൈക്സ് ഡിഡി. 4 വർഷമാടാ. വൈ നോട്ടൽ. ഞാൻ ഇടയ്ക്ക് വെച്ച് ട്രൈ ചെയ്തായിരുന്നു. വെണ്ണില വെണ്ണില വെണ്ണില. ഇവിടെ ഒരു വെണ്ണിലയും ഇല്ല. അവളോട്ട് വരാനും പോകുന്നില്ല. ഞങ്ങൾ തന്നെ. മനോജ്, നീ നിർത്ത്. ഇവനാ എന്നെ തുടങ്ങണ്ട. ഞാൻ ഒന്നും ചെയ്തില്ല. ഇവനാ ലേഡീസ് ഹോസ്റ്റലിലൊക്കെ പോയി എളിയാ. പാവം. വെണ്ണില, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫോൺ വിളിയൊക്കെ നിർത്തിയേക്കാം. അപ്പൊ അവൻ തന്നെ മാറിക്കൊള്ളൂടാ. വെണ്ണില. അല്ലളി, അത് നിന്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോ നീ ചത്ത് കളഞ്ഞാലോ അല്ലെങ്കിൽ ഞങ്ങളെ കൊന്നു കളയൊന്ന് പേടിച്ചിട്ടാ ഞങ്ങൾ പറയാതിരുന്നു. ഇപ്പൊ നിങ്ങൾ രണ്ടിനെയും കൊല്ലാതെ വെറുതെ വിടുന്ന ആരാടാ പറഞ്ഞത്? ഈടാ മനോജ്, നീ എന്നെ നോക്കിക്കോണേ. അളിയ നിന്റെ വെണ്ണില വന്നടാ. വെണ്ണില പേടിയാവുന്നുണ്ടോ? പ്ലെയർ അശോക്, നിന്റെ കയ്യിൽ കാശിലാന്ന് കരുതി എന്റെ ബാലൻസ് കാലിയാക്കി നിനക്ക് ബിയർ വാങ്ങി തന്ന എനിക്കിട്ട് എന്നെ ആപ്പ് വയ്ക്കണമായിരുന്നോ? എടാ തെണ്ടി, നീ എങ്ങനെയാടാ പ്രസിഡന്റ് ആയത്? ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് വെച്ചാൽ. അയ്യോ, ഇവൻ എന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കിയേ. അയ്യോ, എടാ പല നീ എന്നെ കുറെ പഠിപ്പിച്ച് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ അവനെ അറിയാം. അടുത്തേക്ക് വേടാ. ടെമ്പിളാണെങ്കിൽ ഒട്ടാൻ നിൽക്കുമല്ലോ. വൃത്തിയോടെ നിന്നെ ഞാൻ കൊല്ലുവാടാ പാട്ടി. എന്റെ കോട്ട് വിട്ട് എന്നോട് എന്നെ പന്ന തേണ്ടി അലവലാതി. അങ്കിളിന്റെ ഉണ്ട ഇങ്ങോട്ട് വേണം പാട്ടി. നിന്നെ കൊല്ലുവാടാ. അങ്ങനെ ഇടിക്കലടാ. ഓടാ തേണ്ടി. ഒരു പെണ്ണെന്റെ അച്ഛനെ അങ്കിളെന്ന് വിളിക്കുമ്പോ ഞാൻ എന്തൊക്കെ പ്രതീക്ഷ അറിയോടാ പാട്ടി തേണ്ടി. നിന്നെ കൊല്ലുവാടാ. നീയൊക്കെ എന്തിനാടാ ചിരിക്കുന്നേ? അല്ല, നീ ക്ഷമിച്ചു എന്ന് വിചാരിച്ചിട്ട്. ഞാൻ ക്ഷമിച്ചു എന്നോ? 4 വർഷോടെ പറ്റി. 4 വർഷമൊക്കെ ഒരാളെ ഇങ്ങനെ പറ്റിക്കാമോടാ? ഈ 4 വർഷം നിന്നോട് റിലേഷൻഷിപ്പ് വെക്കാനായിട്ട് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയോ? ശ്രുതിയുടെ അടുത്ത് പോലും ഇത്രയും സംസാരിച്ചിട്ടുണ്ടാവില്ല. 6 മണിയോട്ട് ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കാണ്ടി വെക്കട്ടെ. നിന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ ടൈം പോകുന്നതേ അറിയില്ല. ഞാൻ കുളിക്കാൻ പോവാ. ബൈ. ഓക്കെ. ഹലോ ഹലോ ഹലോ. ഏത് സോപ്പാ? നിനക്ക് എന്താടാ? ആർക്കവന് മെന്നെങ്ങാനും പറഞ്ഞ അവൻ ചത്തുകളയും. അത് മാത്രമല്ല അളിയാ, ജെന്നിയുടെ കാര്യത്തില് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ചിട്ടില്ല. ഇല്ലടാ, അത് നല്ല പ്രാങ്ക് തന്നെയായിരുന്നു. 4 വർഷം ഇത്രയും ഫോൺ കോൾസ്, വോയിസ് ആപ്പ് ആണെങ്കിലും ആലോചിക്കുമ്പോ എനിക്ക് ഫണ്ണായിട്ട് തോന്നാടാ. ഫണ്ണായിട്ട്, നല്ല ഫണ്ണി ആയിട്ടുണ്ടല്ലേ. നിനക്കൊക്കെ എന്നെ വെച്ചിനെ പ്രാങ്ക് ചെയ്യണമായിരുന്നല്ലേ? എന്തോ വൈൽഡ് തോട്ട്സ് പോലെ എനിക്ക് വൈൽഡ് തോട്ട്സ് തോന്നാ. എനിക്ക് അത്രയ്ക്ക് ഫീൽ ആയിടാ. ഇനി ഒരു സെക്കൻഡ് പോലും നിന്നെ എനിക്ക് വേണ്ട. അളിയാ മനോജേ, എന്നാ നമുക്ക് വിട്ടാലോ? ഓക്കേ അളിയാ, ഹാവ് സം മീ ടൈം. ഓക്കേ ബൈ. അതൊക്കെ പോട്ടെ മനോജ്, ഞാൻ അത്രയ്ക്ക് വലിയ മണ്ടനായിരുന്നോ? ഒരു പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗിലെ കൗസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് വിശ്വസിച്ചു. ആണല്ലോ, അത് തന്നെയാ എനിക്ക് തോന്നിയത്. ആ ക്രെഡിറ്റ് മുഴുവൻ ഇവനാ. എനിക്ക് എന്തിനാടാ ക്രെഡിറ്റ്? നീ അല്ലേ ലെറ്റർ എഴുതിയത്? ഓ, അതൊക്കെ അവന് മനസ്സിലായ കാര്യമല്ലേ. നീയാണത് എഴുതിയെന്നങ്ങ് സമ്മതിച്ചേക്ക്. അല്ലളിയാ, നീ അന്ന് എഴുതി, നെക്സ്റ്റ് ഡേ അവൻ വായിച്ചു. ആ സമയത്ത് ഞാൻ നിന്നെ നോക്കി ചിരിച്ചതുമല്ലേ? എടാ അത് തന്നെ, നീ എഴുതി, അവൻ വായിച്ചു, അത് കണ്ട് ഞാൻ ചിരിച്ചു. എടാളിയാ, വഴക്കുണ്ടാക്കാനോ തല്ലാനോ ഉള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ആരാ എഴുതിയെന്ന് പറ. അത് കാര്യം പറയടാ. നീയല്ലേ? ആരാ എഴുതിയെന്ന്? ഇവളെവിടെ പോകുന്നു? രാധ, നിക്കാനാ പറഞ്ഞത്. രാധ, എന്താടി നീ അവിടെ മരച്ചുറ്റി കളിക്കായിരുന്നോ? എന്തിനാ ടെൻഷൻ ആവുന്നേ?
നീയാണോ ലെറ്റർ എഴുതിയത്? എന്തിനാണ് എഴുതിയേ? എന്തിനാണെന്നോ? നിന്നെ പറ്റിക്കാൻ വളരെ എളുപ്പമാണല്ലോ. എടാ മണ്ട, ഞാൻ ശിലാപരിഷത്ത് എന്നുള്ളതാ, മലയാളം മീഡിയം. കുട്ടിക്കാലം മുതൽ എനിക്ക് നിന്നെ വളരെ ഇഷ്ടാ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നിന്നോട് വഴക്ക് കൂടുന്നേ? എന്തിനാ പൈസ തരുന്നേ? ഇതിനിടയിൽ വെണ്ണില വന്നപ്പോ ഞാൻ ഡ്രോപ്പായി. ഇപ്പൊ വെണ്ണില ഇല്ലെന്നറിഞ്ഞപ്പോ ഞാൻ വളരെ ഹാപ്പിയായി. നോക്ക്, ഈ ഐ ലവ് യു ഒന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷേ കാര്യം അതാ. രാധയാണ് ലെറ്റർ എഴുതിയത്. ഞാൻ പറഞ്ഞില്ലേ വെണ്ണില വരുമെന്ന്. എന്റെ വെണ്ണിലയുടെ ഇത്. ലെറ്റർ എഴുതിയോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവൻ നമ്മളിപ്പോ പഞ്ഞി കിട്ടാൻ. സന്തോഷായല്ലോ ബ്രോ. എടാ നിന്റെ ലവ് സ്റ്റോറി ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് വാ. അവിടെ ഫൈനൽ ഫോട്ടോ എടുക്കാനുള്ള സമയമായി. ഫോട്ടോ എടുത്തിട്ട് സംസാരിക്കാം. വാ. അതെ, പഠിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം, ഓൺലൈനോ ഡിസ്റ്റൻസോ. പക്ഷെ എന്തുകൊണ്ട് കോളേജിൽ തന്നെ പഠിക്കണമെന്നറിയോ? നമ്മുടെ ലൈഫിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് തോന്നും. അവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അവരെ ഇവിടെ കാണാൻ പറ്റും. ഞാനും അവരെ ഇവിടെയാണ് കണ്ടത്. ഞാൻ ഇതുപോലെ തന്നെ ആയിരുന്നു, ഓടി രക്ഷപ്പെടാൻ നോക്കിയതാ. അന്ന് ഞാൻ പോകാതിരുന്നതാ എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ഡിസിഷൻ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ കഥ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ കാർ ഇത് അവിടെയുണ്ട്. ഞാൻ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാം. ഹലോ. മോനെ, ആ പറഞ്ഞോ അമ്മേ. ഇറങ്ങിയോ നീ? ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്? എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇന്റർനാഷണൽ ഫ്ലൈറ്റും കയറിയിട്ട് ഞാൻ അമ്മയെ വിളിച്ചോളാം. ഫോൺ വെച്ചോ.